സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല പകലിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതിനെ ഓർത്ത് നമ്മെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ഇന്ന് പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചില വിടുതലോടെയും അത്ഭുതത്തോടെയും ആര് കൊണ്ടുവരട്ടെ? കർത്താവ് നമ്മളെ കൊണ്ടുവരട്ടെ. കർത്താവ് അനുഗ്രഹിക്കുവാൻ ശക്തൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. നമ്മൾ ഒരുക്കപ്പെടുന്നുവെങ്കിൽ കർത്താവ് നിശ്ചയമായി ആരെ അനുഗ്രഹിക്കും? നമ്മളെ അനുഗ്രഹിക്കും. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ദൈവമക്കളെ, നമ്മൾ ഇന്ന് പാടി ആരാധിച്ചപ്പോൾ പറഞ്ഞു, അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചെങ്ങല പൊട്ടി, ആമേൻ, ബന്ധിച്ച് കിടന്നവരെല്ലാം മോചിതരായി. സ്തോത്രം. ആരാധിക്കുമ്പോൾ ആ പാട്ടിന്റെ ഓരോ വരികൾ നമ്മൾ ഉൾക്കൊണ്ട് ആരാധിക്കാൻ പറ്റും. ഈ വിടുതൽ എനിക്ക് വേണ്ടിയാണ്. അവിടെ കാരാഗൃഹത്തിനകത്തായിരുന്നു ആര് കിടന്നതെങ്കിൽ, അപ്പോസ്തലന്മാര് കിടന്നുവെങ്കിൽ അവര് അതിന്റെ കറക്റ്റ് സമയമായപ്പോൾ, അവർ ആരാധിക്കുന്ന സമയമായപ്പോൾ കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന പൗലോസും സിലാസും, അയ്യോ എന്റെ കൈ കെട്ടിയിരിക്കുക, അയ്യോ എന്റെ കൈ ചെങ്ങലയിട്ടിരിക്കുക, എന്റെ കാല് ചെങ്ങലയിട്ടിരിക്കുക. എന്തിനാ ചെങ്ങലയിട്ടത്? യേശുവിന്റെ നാമത്തിൽ ഒരു പെൺകുട്ടിയുടെ മേലിലുള്ള ഭൂതത്തെ സൗഖ്യമാക്കിയതിനാ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ യേശുവിന്റെ നാമത്തെ ഉയർത്തിയതിനാ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. അയ്യോ എനിക്ക് എങ്ങനെ ആരാധിക്കാൻ പറ്റുന്നത് എന്നൊന്നും അവർ ചോദിച്ചില്ല. അവരാ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് അവർ ആരാധിച്ചപ്പോൾ എന്തുണ്ടായി? ചെങ്ങല പൊട്ടി. അവരെന്ത് ചെയ്തു? ബന്ധിച്ച് കിടന്ന ബന്ധനത്തിൽ നിന്ന് അവർ പുറത്തു വന്നു. അപ്പോഴത് പാടുമ്പോൾ ആ വരി അങ്ങോട്ട് ഏറ്റെടുത്ത്, എന്റെ കുടുംബത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകൾ ഇന്ന് ഞാൻ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം അത് അഴിക്കാൻ പോവുക, ആ ബന്ധനത്തെ അഴിക്കാൻ പോവുക. അപ്പോസ്തല രാത്രികാലത്ത് അവർ ആരാധിച്ചപ്പോൾ ചെങ്ങലകൾ പൊട്ടിയവർ പുറത്തു വന്നതുപോലെ ഇന്ന് പകൽ ഞാനും എന്റെ കുടുംബം പുറത്തു വരാൻ പോവുക. എന്റെ തലമുറകൾ പുറത്തു വരാൻ പോവുക. എന്റെ കുടുംബം പുറത്തു വരാൻ പോവുക. എന്റെ കുടുംബം പുറത്തു വരാൻ പോവുക. ബന്ധിച്ച് കിടക്കുന്ന ചില ബന്ധനങ്ങൾ, അവൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൂർത്തിച്ച് ഞാനത് പുറത്തു വരാൻ പോവുക. ആ പൂർണ്ണ ബോധ്യത്തോടെ ആ പാട്ടിന്റെ വരികളെ ഏറ്റെടുത്ത്, ആ പാട്ടിന്റെ വരികളെ ഏറ്റെടുത്ത് ദൈവത്തിന്റെ ആത്മാവിൽ നീ ആരാധിക്കുന്ന പൈതലാണെങ്കിൽ, ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി നീ പുറത്തു വരാൻ പോവുക. നിന്നെ രോഗമായിട്ടാണോ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്? രോഗം പറഞ്ഞ് നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുവാണോ? സാമ്പത്തികമായി ബന്ധിച്ചു വെച്ചിരിക്കുവാണോ? സമാധാനക്കേട് തന്നെ ബന്ധിച്ചു വെച്ചിരിക്കുവാണോ? കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലയോ? കുടുംബത്തിനകത്ത് ഉയർച്ചയില്ലയോ? നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് കാണുവാണോ? ഇന്ന് പകരത് മാറ്റി പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റുന്ന ഒരു യേശു നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് പാടി ആരാധിക്കുന്നുവെങ്കിൽ നീ പാടുമ്പോൾ ആരാധിക്കുമ്പോൾ ചില ചങ്ങലകൾ പൊട്ടിക്കൊണ്ടിരിക്കുക. പ്രകടമാവാത്തത് ചിലപ്പോൾ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ചില മേഖലകൾ ദൈവം ഉടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിനക്കെതിരെ ഭാരം അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്തായിരിക്കും ദൈവം പരിഹാരം വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, വിശ്വസിക്ക്. ഇന്ന് ദൈവത്തിന്റെ ആലോചന നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്, ദൈവത്തിന്റെ ആലോചന നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്, ദൈവത്തിന്റെ വാക്കുകൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ ഏറ്റെടുക്കാൻ തയ്യാറാക്കി ഇന്ന് നീ ആരാധിക്കുമ്പോൾ ചില ചെങ്ങലകൾ പൊട്ടു. ഇന്ന് വിശ്വസിക്ക്, അത് എനിക്ക് വേണ്ടിയുള്ളതാ, എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാ. യെസ് യെസ് യെസ്, ഞാനത് ഏറ്റെടുക്കുക. ആത്മാവിൽ ആരാധിക്കുക. അപ്പോൾ സ്വർഗം തുറന്ന് നിനക്ക് ആരാധിക്കുക. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മേൽ പകരും. അഭിഷേകത്തിനകത്ത് ദൈവം ഒരു പരിഹാരത്തോടെ, ഒരു അത്ഭുതത്തോടെ, 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 ഒരു അത്ഭുതത്തോടെ യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവട്ടെ. അത്ഭുതത്തോടെ
അത്ഭുതം ചെയ്യുന്ന ദൈവം, അത്ഭുതം ചെയ്യുന്ന ദൈവം, അനുഗ്രഹങ്ങളെ പകരുന്ന ദൈവം, അനുഗ്രഹങ്ങളെ പകരുന്ന ദൈവം, അനുഗ്രഹങ്ങളെ പകരുന്ന ദൈവം, അനുഗ്രഹങ്ങളെ പകരുന്ന ദൈവം. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന് ചിലതെല്ലാം പുറത്തു വാ. നീ ചെയ്യുന്നതെല്ലാം തെറ്റെന്ന് പറയുന്ന ചില നെഗറ്റീവ് ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ അയ്യട്ട്. ദൈവവൈദ്യന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്, നീ സംസാരിക്കുന്നത് നിവർത്തിയാക്കുന്നത് യേശുവിന്റെ നിരവേൽ ചില അത്ഭുതം. Hallelujah. 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 ആത്മാവിന്റെ പ്രവൃത്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട് പ്രവൃത്തിയോടെ, ദൈവത്തിന്റെ ദൂതോട്, ദൈവത്തിന്റെ ആലോചനയോട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട്, ദൈവത്തിന്റെ ആലോചനയോട്, ദൈവത്തിന്റെ അത്ഭുതങ്ങളോട്, ദൈവത്തിന്റെ അനുഗ്രഹത്തോട്, ദൈവത്തിന്റെ അനുഗ്രഹത്തോട്, ദൈവത്തിന്റെ അനുഗ്രഹത്തോട് യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറത്ത് ദൈവജനം കടന്നു വരട്ടെ. ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, ദൈവമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, ദൈവമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് പകൽ ദൈവ ദൂത് സംഭവിക്കട്ടെ. ദൂതം കൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിവർത്തിയാവട്ടെ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം തൊടട്ടെ. ചില അന്ധകാരങ്ങളിൽ അഴിഞ്ഞു മാറട്ടെ, ചില പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ചില പ്രതിസന്ധികൾ അഴിഞ്ഞു മാറട്ടെ, ചില പ്രതിസന്ധികൾ അഴിഞ്ഞു മാറട്ടെ, ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ, ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ, ചില ദൂതുകൾ നിവർത്തിയാവട്ടെ, ചില ആലോചനകൾ നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ, 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 നിവർത്തിയാവട്ടെ. ഓ, പ്രതികൂലങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിലെ ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൂതം കൊണ്ട് വെളിപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാനൊരു കാര്യത്തോട് പറയുന്നത് മക്കളെ, നമ്മളുടെ ആത്മീയ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ആത്മീയ കാഴ്ചപ്പാട്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ മക്കൾ എതിരാണെങ്കിൽ അവരുടെ വാക്കുകൾ ഏറ്റെടുക്കാൻ നിൽക്കരുത്. നമ്മുടെ അപ്പൻ എതിരാണെങ്കിൽ, അമ്മ എതിരാണെങ്കിൽ, ഭർത്താവ് എതിരാണെങ്കിൽ, ആത്മീയ കാഴ്ചപ്പാടിന് എതിരാണെങ്കിൽ അത് ഏറ്റെടുക്കരുത്. ആ വാക്കിന് പലപ്പോഴും നീയല്ലേ വില കൊടുക്കരുത്. നീ ആ വാക്കിന്, ആരുടെ വാക്കിനാ വില കൊടുക്കേണ്ടത്? യേശു പറയുന്ന ആത്മീയ കാഴ്ചപ്പാടിന്റെ വാക്കിന് എന്തിയാവും? നീ വില കൊടുക്കാവും. അല്ലാതെ വില കൊടുത്ത് നീ മുഖപക്ഷം നോക്കി, ബന്ധങ്ങൾ നോക്കി, സ്വന്തങ്ങൾ നോക്കി വില കൊടുത്ത് പോകുന്നുവെങ്കിൽ തകർന്നു പോകരുത്. ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഭൂരിപക്ഷത്തെ കുടുംബത്തിനകത്ത് മക്കളാ ഭരിക്കുന്നത്. സ്തോത്രം. മാതാപിതാക്കൾക്ക് അറിയാം തെറ്റാ അവര് പറയുന്നതെന്ന് അറിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഓർത്തുള്ളത്, തെറ്റ് തിരുത്തത്തില്ല, അത് മക്കൾക്ക് അങ്ങ് കൊടുത്തേക്കും. മക്കളുടെ തെറ്റ് തിരുത്തി കൊടുക്കുന്നവരാ മാതാപിതാക്കൾ. സ്തോത്രം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവവചനപ്രകാരമല്ല, വചനപ്രകാരം ജീവിക്കത്തില്ലെങ്കിൽ മക്കളെ തെറ്റ് പറഞ്ഞു കൊടുക്കണം. മക്കൾ എത്ര വലുതാണെങ്കിലും പറഞ്ഞു കൊടുത്തോണം, മക്കളെ ഇത് തെറ്റാ, ഇത് ദൈവവചനപ്രകാരം തെറ്റാ, മാനുഷികമായിട്ട് നീ പറയുന്നത് ശരിയാവായിരിക്കും, പക്ഷെ ദൈവമക്കൾ, ദൈവമൈതൽ ആയെങ്കിൽ ദൈവനാമത്തിൽ ഇതെന്ത് ചെയ്യണം? തെറ്റാണ്. അതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് മാതാപിതാക്കൾ തെറ്റായി പഠിപ്പിക്കുന്നുവെങ്കിൽ, ദൈവമൈതലെ, നിനക്ക് തെറ്റായ മാർഗത്തിൽ കൂടെ അല്ല നീ പോകേണ്ടത്. ഏത് മാർഗത്തിൽ കൂടെ പോകേണ്ടത്? ഏത് മാർഗത്തിൽ കൂടെ പോണ്ടേ? ദൈവം തന്നിരിക്കുന്ന ദൈവവചന പ്രകാരം ഒരു മാർഗമുണ്ട്. അതുകൊണ്ട് ബൈബിൾ തന്നിരിക്കുന്നു. അല്ലാതെ എന്റെ അപ്പൻ, സ്തോത്രം, രക്ഷിക്കപ്പെട്ട അപ്പൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് മക്കൾ ഒരിക്കലും ദൈവസേന വന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ബൈബിൾ തന്നിട്ടുണ്ട്. ഒരു ദൈവ പൈതലിനെ എങ്ങനെ ജീവിക്കണമെന്ന് സ്തോത്രം ആര് വെളിപ്പെടുത്തി തരുന്നുണ്ട്? ഈ ബൈബിൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്.
ജീവിക്കണം. ആര് ജീവിക്കേണ്ടത്? ഒരു ദൈവമക്കൾ ജീവിക്കണം. സ്തോത്രം. ദൈവമക്കൾ ജീവിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു മരണത്തിന് പോയപ്പോൾ ഞാൻ ഓർക്കുക, കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെ ഒരാഴ്ച മുമ്പ് ഞാൻ ആ വ്യക്തിയെ പോയി കണ്ടതാണ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു. ഞങ്ങളെ പിടിച്ചിരുത്തിയതാണ്. അവിടെ ഇരിക്കെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും പുള്ളിക്കില്ല. പുള്ളി പിടിച്ചിരുത്തിയതാണ്. പുള്ളിയുടെ പിതാവ് പുള്ളിക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ പിതാവ് പുള്ളിക്ക് വേണ്ടി പാരമ്പര്യമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പിതാവ് ഉണ്ടാക്കിയതിനും ഇരട്ടിയായി ആരുണ്ടാക്കി വെച്ചിട്ടുണ്ട്? പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ പുള്ളി വിദേശത്തുനിന്ന് വന്നു, നാട്ടിൽ സെറ്റിലായപ്പോൾ പുള്ളിക്ക് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിലൊരു പല പിതാവ് ഉണ്ടാക്കിയതിന് അപ്പുറം ഉണ്ടാക്കണം. അപ്പുറം ഉണ്ടാക്കി വെച്ചു. അപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു 4-5 തലമുറയ്ക്ക് ഇനിയും ഇരുന്ന് ചുമ്മാ ഇരുന്നാൽ പോലും കഴിയാവുന്ന രീതിയിലുള്ള ആരുണ്ടാക്കി വെച്ചിട്ടുണ്ട്? പുള്ളി ഉണ്ടാക്കി വെച്ചു. പക്ഷെ തലമുറകളൊന്നും ഇവിടെ ഇല്ല. തലമുറകളെല്ലാം എവിടെ പോയേക്കുക? വിദേശത്താണ്. തലമുറകളെല്ലാം വിദേശത്താണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ അപ്പന്റെ പേര് നിലനിർത്താനാ ഞാൻ വിദേശത്തുനിന്ന് ഒരു സമയം കഴിഞ്ഞപ്പോ എല്ലാം വിട്ട് നാട്ടി വന്നു. കാര്യം എന്റെ അപ്പന്റെ കുടുംബം, അപ്പൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്, എന്റെ പേരോട് ഉണ്ടാവണം, എന്റെ മക്കളോട് ഉണ്ടാവണം. അതോർത്താ ഞാൻ എല്ലാം വിട്ടു വന്ന് ഇവിടെ പലതും എന്ത് ചെയ്തേ സമ്പാദനം കൂട്ടി ഞാൻ ഇവിടെ ജീവിച്ചു. എന്നിട്ട് എന്നോട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ ഇതെല്ലാം വയ്ക്കും. എന്റെ പേരോ എന്റെ വല്യപ്പന്റെ പേരോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ പേര് പോലും കാണാത്ത രീതിയിൽ ഇതെല്ലാം വിറ്റ് അവന്മാര് കൊണ്ടുപോകും. സ്തോത്രം. പിന്നെ പുള്ളി പറയുന്നത്, അത് കൊണ്ടുപോകാനുള്ള യോഗ്യത അവന്മാർക്ക് എന്തുവാ? അവന്മാരുണ്ടാക്കിയതാണ്. എന്റെ അപ്പൻ ഉണ്ടാക്കിയത് അതിനെ ഇരട്ടിയായിട്ട് ഞാൻ കൂട്ടി. പക്ഷേ അടുത്ത തലമുറ എന്ത് ചെയ്യുന്നേ? അതിനും ഇരട്ടിയാ കൂട്ടുന്നത്. പക്ഷേ ഇന്ന് നേരെ തിരിച്ച. ഞാൻ ഓർക്കുക, പുള്ളിക്കാരന് മക്കളെല്ലാം ഉണ്ട്, പക്ഷെ ഒരു ഇതുമില്ല. ഇത്രയെല്ലാം ഉണ്ടാക്കിയ അപ്പനോടോ അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ടി ജീവിച്ചൊരു അപ്പനോടോ അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ടി വില കൊടുത്തൊരു അപ്പനോടുള്ള തിരിച്ചുള്ള ഒരു സ്നേഹവും ആർക്കില്ല, തലമുറയ്ക്ക്. ഇന്ന് അങ്ങനത്തുള്ള ലോകത്തിൽ കൂടെ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മക്കള് പറയുന്നത് കേട്ട് തലയാട്ടിക്കൊണ്ടല്ല, അപ്പനും അമ്മയും പറയുന്നത് തലയാട്ടിക്കൊണ്ടല്ല നിൽക്കട്ടെ. ദൈവം പറയുന്നത് തലയാട്ടി കർത്താവേ അടിയരിത എന്ന് പറഞ്ഞ് ജീവിക്കുന്നവനെ ആണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ലോകത്തിനെതിരായി. അവൻ ഒരിക്കലും ലോകത്തോട് എഴുതിച്ചേരത്തില്ല. അവൻ എപ്പോഴും ആരുടെ കൂടെ പോത്തുള്ളൂ? കർത്താവിനോടൊപ്പേ പോത്തുള്ളൂ. അവൻ കർത്താവിന്റെ, ഞാൻ എന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ സന്നിധി വരുന്നതിന് മുമ്പേ, ദൈവസന്നിധിയെല്ലാം വരുന്ന മുമ്പേ, സ്തോത്രം, എന്റെ ജീവിതത്തിലെ എന്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പല സിനിമയിലെല്ലാം കയറണമെന്നല്ല, നമ്മളെ ഭയങ്കര ആഗ്രഹം, അതിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സ്തോത്രം. സിനിമാ നടന്മാരെന്നെല്ലാം പറഞ്ഞാൽ ചിലവരെല്ലാം എനിക്ക് അങ്ങനെ ചങ്കാട്ടെല്ലാം മരുന്ന് വെച്ചോണ്ട്. സ്തോത്രം. ഇവരാണ് എന്റെ ചങ്ക്, ഇവരാണ് എനിക്ക് കാണാവുള്ളത് എന്നെല്ലാം ഞാൻ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ യേശു എന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇതെല്ലാം വെറും കപടമാണ്. ഒന്നുമല്ല. ഇതൊന്നും എങ്ങും എത്തിക്കത്തില്ല. ഇതെല്ലാം നമ്മളെ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മള് ഇന്ന് എനിക്ക് തോന്നുന്നു 100-150 രൂപയാണ് ഒരു ടിക്കറ്റ്, സിനിമ ടിക്കറ്റ് കയറുന്ന ഒരു ടിക്കറ്റ് 150 രൂപ. ഈ 150 രൂപയും മുടക്കി നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞ് ഇവനെ ആരാധിച്ച് ഇവന്റെ അടുത്തിരുന്ന ഇവൻ അവന്റെ ദേഹത്ത് നമ്മളെ തൊടുന്നത് പോലും അറപ്പാട്ട നമ്മളെ കാണുന്നത്. നമ്മൾ ആരാധനയെ മൂത്തിരിക്കുക, നായകന്റെ അടുത്ത് പോയി ഒരു സെൽഫി എടുക്കണം. ഇവൻ തൊടാനല്ല ഏൽപ്പിച്ചാൽ ഇവന് നമ്മളോട് കലിയ. കാര്യം എന്തുവാ? ഇവനെ നമ്മളെ തൊടുന്നത് പോലും ഇഷ്ടം. നമ്മളെ പൈസ വെച്ച് ആളായതാ, പക്ഷെ ഇവന് നമ്മളെ അടുപ്പിക്കുന്നത് പോലും ഇഷ്ടമല്ല. എങ്കിലും ഇവൻ മറ്റുള്ളവർ കാണുക എന്ത് ചെയ്യുക? നമ്മളെ സ്നേഹിച്ച് കാണിക്കുക. ഇത് കഴിയുമ്പോൾ നമ്മളെ വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടോ? നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തിട്ട് അയ്യോ ഇത് ഫോട്ടോ എടുത്ത് 10 ഫേസ്ബുക്കിനകത്ത് വിട്ട് വാട്സപ്പിനകത്ത് വിട്ട്, ഇത് ആരുടെ? ഇത് വെറും ജഡം. ഇവൻ എവിടെ പോകുന്നവനാ? നരകത്തിന്റെ കൊള്ളിയേവൻ. ഇവൻ ഒരിക്കലും എന്നെ ചേർത്ത് പിടിക്കത്തില്ല. ഇവൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇവന്റെ കാര്യത്തിന് വേണ്ടിയാ. ഇത് കഴിയുമ്പോൾ ഇവൻ തള്ളിക്കളയും. എന്നെ ചേർത്ത് പിടിച്ചതും എന്നെ ഒരിക്കലും തള്ളിക്കളയാത്തതുമായ ഒറ്റ കരമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ കരമാണ്. ആ യേശു ക്രിസ്തു അവസാന രക്തം കൊടുത്ത് ആരെ മേടിച്ചത്? സ്തോത്രം. പണ്ട് സ്തോത്രം പ്രസിദ്ധമായ രാഷ്ട്രീയക്കാരെ തന്നെ കണക്കൂട്ടിക്കുക. നിങ്ങൾ ഓർക്കുക, അണികൾ ഇവിടെ കിടന്നങ്ങ് അടിയ, ഒത്തും പുറത്തും അടിയ, നേതാക്കന്മാർ ഒറ്റക്കെട്ട. അവരുടെ മോളെ കല്യാണത്തിന് മറ്റേ നേതാവ് വരും,
ഇവരുടെ കല്യാണത്തിന് വരും. അവര് തമ്മിൽ ഒറ്റ ബെഞ്ചില് ഒറ്റ ഇല്ല, മൈക്ക് കിട്ടുമ്പോൾ അവര് കുറ്റം പറയും, അവര് തോളയിടും. ഇവിടെ അണികളാണ് എന്ത് ചെയ്യുക? തമ്മി കൊല്ലുക, തമ്മി എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ വെട്ടും പറയാം. അണികൾക്ക് എന്തില്ല, ഒരു സ്നേഹവും ഇല്ല. പക്ഷേ നേതാക്കന്മാർ എന്ത് ചെയ്യുക? അവരൊന്ന് അവന്മാര് കാണാത്ത സ്റ്റേജുകളില്ല, കാണാത്തടത്ത് പോകത്ത് എല്ലായിടത്തും അവന്മാരൊന്നാ. സ്തോത്രം. പൊട്ടന്മാരല്ലേ നമ്മള്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ നടന്മാരുടെ പുറകെ പോകുന്ന പൊട്ടനാ. അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല ദൈവമക്കളെ. അവൻ അവന്റെ സുഖത്തിന് വേണ്ടി അവൻ സ്നേഹിക്കുന്നത്. പക്ഷെ യേശു ക്രിസ്തു അങ്ങനല്ല. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം കൊടുത്തു. നമ്മൾ ഓരോരുത്തരെ മകനെ മകളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ രോഗങ്ങളോ നമ്മളെ കുറവുകളോ നമ്മളെ വീഴ്ചകളോ ഒന്നും നോക്കാതെ ചേർത്ത് പിടിച്ചു നമ്മുടെ രോഗങ്ങളെ മാറ്റി, നമ്മളെ കുറവുകളെ മാറ്റി, നമ്മളെ കുടുംബത്തെ എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക. ആ യേശുവിനെ അല്ലയോ ആരനുഗ്രഹിക്കുന്നത്? ആ യേശുവിനെ അല്ലയോ, ആ യേശുവിനോടൊപ്പം അല്ലയോ ആര് പോകേണ്ടത്? നമ്മൾ പോകേണ്ടത്. നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ലെന്ന് പറഞ്ഞ, അല്ലെ നമ്മൾ കൈവിടാൻ നോക്കിയിട്ട് കൈവിടാതെ നമ്മളെ ചേർത്ത് പിടിച്ച യേശുവാണ് നമ്മളെ ചങ്ക്, അല്ലാതെ ഇവന്മാരൊന്നും അല്ല ചങ്ക്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതെല്ലാം ഇന്ന് പോവും നാളെ പോവും. ഇവരുടെ എല്ലാം ഒറിജിനൽ സ്വഭാവങ്ങൾ, ഒറിജിനൽ മുഖങ്ങളെല്ലാം പലപ്പോഴും പലയിടത്തും വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നീ പൊട്ടനാവത്തേ ഉള്ളൂ. അതേപോലെ തന്നെ തലമുറയ്ക്ക് ചില തെറ്റ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. തലമുറ തെറ്റിയിട്ട് മോളെ ഇത് നീ തെറ്റാ ചെയ്തത്, ദൈവവചന പ്രകാരം നീ തെറ്റാ ചെയ്തത് മനസ്സിലാക്കി കൊടുക്കണം. അമിഹാലി സ്തോത്രം. അല്ലാതെ അവരുടെ തെറ്റിനെ എപ്പോഴും എന്ത് ചെയ്യല്ലേ? എസ് വെച്ച് കൊടുക്കല്ലേ. എസ് വെച്ച് കൊടുത്താൽ ആ കുടുംബം എന്ത് ചെയ്യത്തേ ഉള്ളൂ? തകർന്നു പോകത്തേ ഉള്ളൂ. ആ കുടുംബം കുറച്ചു കാലം എല്ലാമേ ഉയർന്നു പോകത്തുള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? വട്ടപൂജ്യത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശുവിന്റെ സ്നേഹം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ, യേശുവിന്റെ സ്നേഹം കുടുംബത്തിനകത്ത് നായകനായി വെക്കുന്നുവെങ്കിൽ, പ്രാധാന്യം വെക്കുന്നുവെങ്കിൽ, ആ സ്നേഹം നമ്മളെ എന്ത് ചെയ്യും? നിശ്ചയമായി സമാധാനത്തോടും അനുഗ്രഹത്തോടും അനുഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. അപ്പൊ യേശുവിന്റെ സ്നേഹത്തിന് എന്ത് ചെയ്തോണം? ദൈവമക്കളെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തോണം. പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും എന്ത് ചെയ്യത്തുള്ളൂ? പ്രാപിക്കത്തുള്ളൂ. ലോകത്തിന്റെ ശത്രുത ദൈവത്തിന് പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ ലോകത്തോട് എതിർത്താൽ മാത്രമേ, ലോകപ്രകാരമുള്ള ജഡത്തോട് എതിർത്താലേ നമുക്ക് ആത്മീയനാവാൻ പറ്റത്തുള്ളൂ, ഭക്തനാവാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതുകളും നന്മകളും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം പകരണം. അമീൻ. അവരെപ്പോഴാ അറിയുന്നത്? രൂപം കൊണ്ടൊന്നുമല്ല, അകത്തെ ദൈവസ്നേഹം പുറത്തു വരുമ്പോൾ അവർ മനസ്സിലാവും ഇത് ദൈവത്തിന്റെ അഭിഷേകമുള്ളവരാ. സ്തോത്രം. പുറത്ത് രൂപം വരുത്തിയിട്ട് കാര്യമുണ്ട്? മംഗളാമണി നേരത്തെ പറഞ്ഞു, പുറത്തു നോക്കിയപ്പം സ്തോത്രം കണ്ടപ്പോ അവര് ആരാ ഇത് ഇങ്ങനെ പറയാൻ എന്താ അല്ലയോ? പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുത്തപ്പോഴാ, സംസാരിച്ചപ്പോഴാ അവർക്ക് എന്ത് മനസ്സിലായി? ഇത് റൂട്ട് 1. ഈ റൂട്ട് എവിടുന്നാ വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. എവിടുന്നാ വന്നേ? പരിശുദ്ധാത്മാവനാണ്. സ്തോത്രം. സ്നാനപ്പെടാം, എല്ലാവർക്കും സ്നാനപ്പെടാം. രക്ഷിക്കപ്പെട്ടെന്ന് പറയാം കാര്യമില്ല, സ്നാനപ്പെട്ടത് കാര്യമില്ല. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, എങ്കിലേ എന്ത് വരത്തുള്ളൂ? പരിശുദ്ധാത്മാവിനെ നിനക്ക് ലഭിക്കത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവായിരിക്കും നിന്നെ എന്ത് ചെയ്യുന്നത്? ഗൈഡൻസ് ചെയ്യുന്നത്. നിന്റെ മുന്നോട്ടുള്ള തെറ്റ് വന്നാൽ ഉടനെ വെളിപ്പെടുത്തി തരും. മോനെ ഇത് തെറ്റാ, ചെയ്യല്ലേ. നിനക്ക് തെറ്റി നിൽക്കാൻ പറ്റത്തില്ല. ഒരു രാവിലെ നീ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് മുമ്പ് നീ മുട്ട് കുത്തിയിരിക്കും, വീട് പോകും, നീ ഏറ്റു പറയും. അപ്പൊ എന്തോ വേണ്ടേ? ഞാൻ അതുകൊണ്ട് പറയാം, എന്റെ അപ്പൻ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ഞാനും കർത്താവിനെ അറിഞ്ഞു. അതല്ല ക്രിസ്തീയ ജീവിതം. എന്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടതുകൊണ്ട് ഞാനും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം.
പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതം എന്തെന്ന് മനസ്സിലാവാൻ പറ്റും. ഒന്ന്, അവൻ ലോകപരമായി പാപം ചെയ്യുമ്പോൾ അവനെ പാപത്തിന് പുറത്തു കൊണ്ടുവരും പരിശുദ്ധാത്മാവ്. കാര്യം, പാപത്തിൽ അവനെ നിർത്തത്തില്ല. പാപത്തിന്റെ സന്തോഷം കൂടുതൽ അവനെ കൊണ്ടുപോകത്തില്ല. പാപത്തിന്റെ സന്തോഷം മരണമത്രയെന്ന് ആര് വെളിപ്പെടുത്തി കൊടുക്കും? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തോണം? ദൈവമക്കളെ പ്രാപിച്ചു. ദൈവമക്കളെ പ്രാപിച്ചു. ഇന്ന് സഭയ്ക്കകത്ത് ചില സഭയ്ക്കകത്ത് മോള് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അല്ലെങ്കിൽ അച്ചായൻ പിന്നെ പ്രാപിച്ചു. എവിടാ പ്രാപിച്ചെങ്കിൽ അച്ഛൻ ഡീസന്റ് ആയിട്ട് ജീവിച്ചെങ്കിൽ. ഞാനിപ്പോ അതാ കാണുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഭയപ്പെട്ട് പരിശുദ്ധാത്മാവിനെ വില കൊടുക്കുന്നവരാണെങ്കിൽ ആര് പറഞ്ഞിട്ട് പോയതാ? പരിശുദ്ധാത്മാവിനെ വില കൊടുക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവ് പ്രകാരം ജീവിക്കണം എന്ന് ആര് പറഞ്ഞിട്ട് പോയതാ? യേശു പറഞ്ഞിട്ട് പോയതാ. യേശു പറഞ്ഞു, ഞാൻ ഇപ്പോൾ പോകുന്നു, ഞാൻ പോയാൽ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ ലഭിക്കത്തുള്ളൂ. ആരുമായിട്ട് ബന്ധപ്പെടുത്തുന്ന? യേശുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യസ്ഥൻ. യേശു പിതാവുമായിട്ട് ബന്ധപ്പെടുക. പുത്രന പിതാവ് ആഗ്രഹിച്ചതിന് അപ്പുറമായി പുത്രൻ ചെയ്തപ്പോൾ പുത്രൻ അവിടെ വില വന്നു. അപ്പൊ പിതാവ് പുത്രൻ ഒന്നാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആരുമായിട്ട് ബന്ധപ്പെടുത്തി തരുന്നുണ്ട്? യേശുമായിട്ട് ബന്ധപ്പെടുത്തി തരുന്നു. ആര് തന്നതാണ്? യേശു തന്നതാണ്. അപ്പൊ യേശുവിനെ ഏറ്റെടുത്താലേ, വചനത്തെ ഏറ്റെടുത്താലേ ആരെ കിട്ടത്തുള്ളൂ? പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചവനെ പാപം ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എന്റെ മോൻ വന്ന് എന്നോട് ചോദിക്കുക, പപ്പ എനിക്ക് ഇന്നത് മേടിച്ചു, ഞാൻ അങ്ങ് മേടിച്ചുകൊണ്ടിരിക്കും. അവന് അപ്പോഴെന്നോട് എന്ത് ചെയ്യും? ഭയങ്കര സ്നേഹം കൂടും. പക്ഷെ യേശു അങ്ങനെ തരത്തില്ല. യേശു തരുന്ന എങ്ങനെ? അറിഞ്ഞേ തരത്തുള്ളൂ. യേശുവിന് സ്നേഹമില്ലെന്നല്ല, യേശുവിന് നമ്മളെ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിയേ ആര് തരത്തുള്ളൂ? യേശു തരത്തുള്ളൂ. അപ്പോൾ യേശുവിനോട് എന്ത് ചോദിക്കാൻ പറ്റും? ഒരു ദൈവവേദന എന്തൊക്കെ യേശുവിനോട് ചോദിക്കണം? ചോദിക്കണ്ട, ഇത് ചോദിക്കാൻ പാടില്ലാത്തതാ എന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആര് വരണം? പരിശുദ്ധാത്മാവ് വരണം. അത്യാഗ്രഹം യേശുവിനെ അടുപ്പിക്കത്തില്ല, പരിശുദ്ധാത്മാവ് അടുപ്പിക്കത്തില്ല. അത്യാഗ്രഹം, കുശുമ്പ് യേശു അടുപ്പിക്കത്തില്ല. അത്യാഗ്രഹം അടുപ്പിക്കത്തില്ല, കുശുമ്പ് അടുപ്പിക്കത്തില്ല, പരദൂഷണം അടുപ്പിക്കത്തില്ല. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ എന്തുവാ ചിന്തിച്ചോണം? എന്തോ കാര്യം? ഒരാളെ വീട്ടിൽ ഒരു നന്മ കിട്ടിയെന്ന് പറയുമ്പോൾ ഇവിടെ ചൊറിച്ചില്ല. സ്തോത്രം. അത് ആർക്കുള്ളതല്ല? യേശുവിനുള്ളതല്ല. അപ്പൊ ഓർത്തണ, യേശു നമ്മളെ ഇല്ല. ഈ ചൊറിച്ചിൽ വരുന്നത് ഓർത്തണ, യേശു നമ്മളെ അടുത്തില്ല. ഈ ചൊറിച്ചിൽ വന്നിരിക്കുന്ന ആരാ? പിശാചിന്റെ പ്ലാനാ. ഒരുത്തൻ നന്നാവുന്ന ഒരുത്തന് ഇഷ്ടമല്ല. ആദാമോയി സന്തോഷമായിട്ട് ദൈവമായിട്ട് പോകുന്നത് അമ്മ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട് കളഞ്ഞ അമ്മികാലിലെ തള്ളിക്കളഞ്ഞ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാ ഇവരെ എങ്ങനെങ്കിലും ഒന്ന് അടുപ്പിക്കണം. ഇല്ലയോ? വന്നില്ലയോ? പാമ്പിന്റെ രൂപത്തിൽ വന്നില്ലയോ? അതുകൊണ്ട് ആ പാമ്പിന്റെ രൂപത്തിന് പോലും ശപിക്കപ്പെട്ട അവസ്ഥയായി പോയി. ആ രൂപം പോലും ശപിക്കപ്പെട്ടു പോയി. കാര്യം എന്തോ? പിശാചിന് അത് അടിമയായതുകൊണ്ട്. സ്തോത്രം. അടിമയായതുകൊണ്ട്. അപ്പോഴ് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേലുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ വ്യക്തമായിട്ട് പറയാൻ ദൈവമക്കളെ, ഇനി പരിശുദ്ധാത്മാവ് നമുക്ക് മസ്റ്റാണ്. ഈ കാലഘട്ടത്തിനകത്ത് അത് പ്രാപിച്ച് എത്രയെല്ലാം പ്രാപിക്കാൻ പറ്റും അത്രയൊക്കെ അങ്ങ് പ്രാപിച്ചോണം. ദൈവം ഓരോ ആരാധനയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, പാടുമ്പോൾ സ്തുതിക്കുമ്പോൾ ആ പാട്ടങ്ങോട്ട് മനസ്സിനകത്ത് ഏറ്റെടുത്താൽ അടുത്തിരിക്കുന്നവരൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല, അടുത്തിരിക്കുന്നവരും നമ്മൾ നോക്കത്തില്ല. നമ്മൾ ആരാധിച്ചു പോകും. ആരാധിക്കുമ്പോൾ ഇന്ന് പാടി ആരാധിച്ച പോലെ അപ്പോസ്തലർ രാത്രികാലം ആരാധിച്ചപ്പോൾ ചെങ്ങല പൊട്ടി. അപ്പൊ ആരാധനമേൽ എന്ത് പൊട്ടിയത്? ശത്രു കാലങ്ങൾ പഴക്കമായി വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, അല്ലെങ്കിൽ പാരമ്പര്യമായി വെച്ചിരിക്കുന്ന നിന്റെ കുടുംബത്തിനെതിരെ എഴുന്നേൽക്കത്തില്ലെന്നും നിന്റെ ശരീരം പൂർണ്ണ സൗഖ്യത്തോട് കൊണ്ടുപോകത്തില്ലെന്നും വെച്ചിരിക്കുന്ന ശത്രുവിനെ നീ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുമ്പോൾ ആ ശത്രുവിന്റെ ബന്ധനം നിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യും?
അഴിഞ്ഞു മാറി. അഴിഞ്ഞു മാറി. പിശാചിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. പിശാച് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക. കാര്യം യേശു ആരെ ഇഷ്ടപ്പെടുന്ന അവരെ എല്ലാം പിശാച് പിടിക്കാൻ ചെല്ലുക. ആ പിശാച് പിടിക്കാൻ ചെല്ലുമ്പോൾ ആ പിശാചിന്റെ പിടി അറിയാതെ അതിനകത്ത് വീട് പോയെങ്കിൽ പിന്നെ പുറത്തു വരാൻ ചില പാടാ. യേശു ആരെ കണ്ടിരിക്കുന്നു? പിശാചിനുള്ളതിനെ പിശാചിന് പ്രശ്നമൊന്നുമില്ല, അവിടെ കിടന്നോണ്ടെന്ന് പറഞ്ഞു. പക്ഷെ യേശു കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വരും. അപ്പൊ നമ്മളെ ആര് കണ്ടതാ? നമ്മളെ കുടുംബത്തിനകത്ത്, നമ്മളെ ചർച്ചക്കാരന്മേൽ, ബന്ധുക്കളിന്മേല്, നമ്മളെ ദേശത്തിനകത്ത് നമ്മളെ കണ്ടതാ. വേറെ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ്. ആർക്ക് കിട്ടിയത്? നമുക്ക് ലഭിച്ചത്. ആ ലഭിച്ച ഭാഗ്യം ഒന്ന് ഓർത്തോണേ ദൈവമക്കളെ. ലഭിച്ച ഭാഗ്യം ഒന്ന് ഓർത്തോണേ ദൈവമക്കളെ. ലഭിച്ചതാണ്. അപ്പൊ അത് വിലയുള്ള സാധനമാണ് നമുക്ക് ദൈവം തന്നത്. നമ്മളെ വീണ്ടെടുത്തത് വിലയുള്ള സാധനം ഇല്ലയോ? അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവമക്കളെ പ്രാപിച്ചോ. കുഞ്ഞുങ്ങളെല്ലാം വന്ന് കണ്ണടയ്ക്കാതല്ല, കണ്ണടച്ച് ആരാധിക്കണം. കർത്താവേ പാടുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പാടുമ്പോൾ കരമടിച്ച് അങ്ങോട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കരമടിച്ച് ദൈവത്തെ അങ്ങോട്ട് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കർത്താവേ, എന്റെ കുടുംബത്തിനകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ചില വേദനകളുണ്ട്. ചില വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് മറുപടി കിട്ടാതെ ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഞങ്ങളെ വാദിച്ചുകൊണ്ട്, ഞങ്ങളെ തകർത്തുകൊണ്ട്, ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിനകത്ത് ഞങ്ങൾക്കൊരു മറുപടി തരണമേ. അങ്ങോട്ട് പാട്, ആരാധിക്ക്, ദൈവത്തെ സ്തുതിക്ക്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലത് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയവും ആ ആരാധനമേൽ കൊണ്ടുപോവാ. അങ്ങോട്ട് ആഗ്രഹിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്ക്. അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം വിളിച്ചു പറയുക, ആ ദൂത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നിവർത്തിയാക്കി തരാൻ പോവാ. ആ വാഗ്ദത്തങ്ങളുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിവർത്തിയാക്കി തരാൻ പോവാ. ആ അത്ഭുതത്തെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിവർത്തിയാക്കി തരുക. വിശ്വസിക്കുന്നതിലേക്ക് ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വാഗ്ദത്തം, വിശ്വസിക്ക്. അങ്ങോട്ട് കർത്താവിന്റെ സന്നിധിയിലോട്ട് ഏറ്റെടുക്ക്. ഇന്ന് പകല ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ ദൂതം അങ്ങോട്ട് വെളിപ്പെടാട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ അത്ഭുതം അങ്ങോട്ട് വെളിപ്പെടാട്ടെ. ഓരോ കുടുംബത്തിനകത്ത് അടയാളത്തോടെ യേശു പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ചിലതെല്ലാം ഉടയട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തി അങ്ങോട്ട് വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ ദൂതം അങ്ങോട്ട് വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ ആലോചന അങ്ങോട്ട് വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ സ്നേഹം അങ്ങോട്ട് വെളിപ്പെടാട്ടെ. എന്റെ യേശു എന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. എന്റെ യേശു എന്റെ മേൽ ചില അത്ഭുതം ചെയ്യട്ടെ. ഇന്ന് വിശ്വസിക്ക്. തലമുറമേൽ കുടുംബത്തിനകത്ത് വാദിക്കുന്ന ചില തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലയ്യട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാം. ഓരോ കുടുംബത്തിലേക്ക് ദൈവശക്തി ഇറങ്ങുക. ഇന്ന് പകരം ഇറങ്ങുക. ഓരോ കുടുംബത്തിലും തൊടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയോ സ്തോത്രം. സ്തോത്രം. ഒരു ഉദാഹരണത്തിലേക്ക് കയറി നമ്മൾ വചനത്തിലേക്ക് നമുക്ക് കയറാം. സ്തോത്രം. മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്ക് ചിലത് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ഡൗട്ട് ക്ലിയർ ആക്കി തരാം. സ്തോത്രം. ഈ കേരളക്കരയ്ക്കകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും ശക്തമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്റ്റീവൻ ദേവസ്. ഭയങ്കര കലാകാരൻ, അറിയപ്പെടുന്നു. പ്രവാചകയുടെ മോന, പെന്തിക്കോസ് കുടുംബത്തിനകത്ത് ജനിച്ച പ്രവാചക. അവന്റെ അമ്മ പഠിപ്പിക്കേണ്ട രീതി പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അവൻ ഇന്നിപ്പോ മ്ലേച്ഛമായ ലോകപരമായ
ജാതി പ്രകാരമായ ഒരു വ്യക്തിയായി തീർന്നത്. അവൻ ഇന്നും എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ പെന്തിക്കോസ്തുകാരനാണ്. എന്തിനാ പെന്തിക്കോസ്തുകാരെ നാട്ടിക്കാൻ? ആ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന ഒരു ജീവിതം ദൈവത്തിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന ജീവിതമാണ്. പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്ന ജീവിതം. അവന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽ ബൈബിളിനകത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശൗലിന് തുല്യമാവൻ. അവന് കൊടുത്ത വിളിയും തെരഞ്ഞെടുപ്പും ദൈവം കൊടുത്ത കഴിവും അവന് മനസ്സിലായില്ല. അവൻ എവിടെ കൊണ്ടുപോയി? മ്ലേച്ഛമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ശൗല് ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ വിട്ട് എവിടേക്ക് പോയി? കഴുതെ നോക്കി വന്നതാ. അവൻ പറഞ്ഞു ബെനാം ഗോത്രത്തിൽ, അവൻ പറഞ്ഞു എല്ലാം ഗോത്രത്തിനകത്ത് ഏറ്റവും താഴ്ന്ന ഗോത്രത്തിലെ ഞാൻ ഇസ്രായേലിന്റെ രാജാവാക്കുന്നു, എന്റെ ദൈവം എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കുന്നു. അപ്പന്റെ കഴുതെ തേടി വന്നവനാ. അവന് കിട്ടിയിരിക്കും ഗിഫ്റ്റ്. എന്തുവാ? ഇസ്രായേലിന്റെ രാജാവാകുന്നു ഗിഫ്റ്റ്. അങ്ങനത്തുള്ള ഒരു വ്യക്തി രാജാവാക്കി അവൻ അതെല്ലാം അറിയായിരുന്നു. അപ്പോഴും പറയാൻ അറിയായിരുന്നു ഒന്നുമില്ല. ഇന്ന് നമ്മൾ പാടിയോളൂ ഒന്നുമില്ലായ്മേൻ ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നത്. ആ വാരികനെ കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ പിടയ്ക്കും പലപ്പോഴും. ഒന്നുമില്ലായ്മേൻ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന ദൈവം പറയുക. ചിന്തിക്കൂ നോക്ക്. ഒന്നുമില്ലായ്മേൻ ദൈവം കൊണ്ടുവന്നതാണ്. അവൻ പറയുന്നു ഞാൻ ഏറ്റവും ചെറിയ വ്യക്തിയാണ്. എനിക്കിതിന് ഭാഗ്യം. എന്റെ കൊല്ലത്തിന് ഇത്രയും ഭാഗ്യമോ? ഇസ്രായേലിന്റെ രാജാവാൻ, ആദ്യത്തെ രാജാവ്. സ്തോത്രം, സ്തോത്രം. അതേപോലെ ദൈവം കഴിവ് കൊടുക്കുമ്പോൾ ആ കഴിവിനെ ആരും നശിപ്പിച്ചു? ശൗല് നശിപ്പിച്ചു. പിന്നെ അവൻ വെളിച്ചപ്പാടൊക്കെ എടുത്ത് മറ്റെടുത്ത് ലോകപ്രകാരമുള്ള ദൂതിന്റെ പുറകെ പോയി. അവൻ എന്ത് ചെയ്തു? ദാരുണ്യ അന്ത്യം ലഭിച്ചു. അടുത്ത ആളിനെ ദൈവം തെരഞ്ഞെടുത്തു. ദാവീദിനെ തെരഞ്ഞെടുത്തു. ഇതേപോലെ ഈ സ്റ്റീവൻ ദേവസ്യ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത കഴിവ്. ചത്തവന അവന്റെ സാക്ഷ്യം കേൾക്കണം. അവിടുന്ന് യേശു പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ലഭിച്ച് പുറത്തു വന്നതാണ്. അവന്റെ അപ്പനും അവന്റെ അമ്മയും നല്ല രീതിയിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവവചന പ്രകാരം പഠിപ്പിച്ചായിരുന്നെങ്കിൽ അവൻ ഇങ്ങനായിരുന്നില്ല. അവൻ ആർക്ക് വില കൊടുത്തനെ? ദൈവത്തിന്റെ സംഗീതത്തിന് അല്ലെങ്കിൽ ദൈവിക കാര്യത്തിന് മാത്രമേ അവൻ ഏറ്റവും ടോപ്പിൽ നിൽക്കത്തുള്ളൂ. പക്ഷെ അവൻ പറഞ്ഞു അങ്ങനെ ക്രിസ്തീയ രീതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉയരുവാൻ ഒരു പരിധിയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് ഞാൻ ഉയരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോവാ. കാര്യം എന്തിനു വേണ്ടിയാ? സ്വത്ത്, പണത്തിന് വേണ്ടി. അതിന് അവന്റെ അമ്മയും അവന്റെ അപ്പനും സമ്മതം. എന്നിട്ട് പറയാ ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പ്രവാചകയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൂത് പറയുന്നെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? നീ ദൂത് പറയുന്നത് യേശുവിന്റെ നാമത്തിലല്ല. സ്ത്രീയെ, നീ ദൂത് പറയുന്നത് വെളിച്ചപ്പാടത്തിയുടെ നോക്കിയമാണ്. വെളിച്ചപ്പാടത്തിൽ ദൂത് പറയും. അതിന്റെ പിന്നാലെ ആര് പോയത്? ശൗല് പോയത്. അതേപോലെ തന്നെ നിന്റെ സ്തോത്രം ദൂതെന്ന് പറയുന്നത് വെളിച്ചപ്പാടത്തിയുടെ, അത് ദൈവത്തിന്റെ നാമത്തിലല്ല. ദൈവത്തിന്റെ നാമത്തിലായിരുന്നെങ്കിൽ നിന്റെ തലമുറ. സ്റ്റീവൻ ദേവസ്യ മാത്രമല്ല, എല്ലാ സഹോദരങ്ങളും അതിന്റെ പിന്നാലെ വന്നോളൂ. കാര്യം എന്തുവാ? പണം വന്നു കൂടുക. അപ്പോഴ് ചേട്ടന്റെ മോനെ ഇപ്പൊ ഇറക്കുന്നത് പല കുടുംബത്തിലുള്ളവനെ എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുക. പ്രൈസലോ. നല്ല സഹോദരിയായിട്ട് ആ പെണ്ണ് കല്യാണം കഴിപ്പിച്ചത്. ഇന്ന് ഭൂലോക ആ ലോകപ്രകാരമായുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. ബ്യൂട്ടീഷ്യൻ പറയുന്ന രീതിയിലെ മുടി കെട്ടത്തുള്ളൂ. ബ്യൂട്ടീഷ്യൻ പറയുന്ന രീതിയിലെ മുടി ഒരുക്കപ്പെടത്തുള്ളൂ. ഇന്ന് കുറെ ബ്യൂട്ടീഷ്യന്മാര് പഠിപ്പിച്ച് അമ്മ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തല കുളിക്കേണ്ടത്, അല്ലെങ്കിൽ തന്നെ ക്ലാത്തന്റെ വാടക എടുത്തു വരുമ്പോ. പ്രൈസലോ. അടുത്ത വരെ ഇത് 3-4 ദിവസം മതി. ഇനി ആഴ്ച ഒരു വട്ടം നീ തല കഴുകിയാൽ മതി. എപ്പോഴും തല കഴുകുമല്ലോ. ഞാൻ തെറ്റൊന്നുമല്ല പറഞ്ഞു. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി. ബ്യൂട്ടീഷ്യന്റെ വലിയ ലീഡർമാര് പറഞ്ഞു കൊടുക്കുക, ശുചിത്വം ഉണ്ടാവണം. ദൈവം വസിക്കുന്നിടത്ത് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ശുദ്ധി പ്രാപിക്കണം. വചനം പറയുന്നു. അപ്പോഴും പറയുക ഒരാഴ്ച ഒരു വട്ടം കുളിച്ചാൽ മതി. കുറെ എണ്ണം ഡ്രസ്സ് കഴിവില്ല. ഡ്രസ്സ് കൊണ്ടുവന്ന് വെയിലത്തിടുക, ഉണക്കുക, ഇടുക. കുറെ സ്പ്രേയും വാരി അടിക്കുക. സ്പ്രേയും വാരി അടിക്കുക. നീ എത്രയെല്ലാം കൂടിയ അത്ര ഊശിയാലും അടുത്ത് വരുമ്പോഴും കാത്തന്റെ വാടക. കാര്യം എന്തുവാ? കുളി ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യന് കുളി വെച്ചിരിക്കുന്നത്, നല്ല ഡ്രസ്സ് ഇടേണ്ടത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഡ്രസ്സ് നരച്ചു പോകും. പോട്ടറ, എനിക്ക് 5 ജോഡി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പോകുമ്പോൾ അടുത്ത 5 ജോഡി ദൈവം തരും. എനിക്ക് ഒരു ഡ്രസ്സ് ഇടുന്നതിന് ഒരു കാലഘട്ടമുണ്ട്. ഈ ഡ്രസ്സിന്റെ നൂലിനും എല്ലാം ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം കഴിയുമ്പോൾ ഇത് കളഞ്ഞോണം, അല്ലെങ്കിൽ വേർപ്പ് പെട്ടെന്ന് പിടിക്കും, നാറ്റം പുറത്ത് വരും. അതിന് മുമ്പ് ഇത് കളഞ്ഞോണം. അടുത്ത തരം ദൈവശക്തനാ. അയ്യോ, ഇത് ഞാൻ ഇന്നേ വർഷം ഇട്ടതാണല്ലോ,
എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കല്ല, അപ്പോഴേ എടുത്ത് ഊരെ കളഞ്ഞേക്കണം. അത് വേറെ പാവങ്ങൾക്കും എടുത്തു കൊടുക്കല്ലേ, കളഞ്ഞേക്കണം. പാവങ്ങൾക്ക് കൊടുക്കുന്ന പുതിയത് മേടിച്ചു കൊടുക്കണം. ചിലവരെന്ത് ചെയ്യും? ഇതെല്ലാം കഴുകി തേച്ച് മടക്കി പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കുക. അയ്യോ അവരിട്ടോട്ട് നീട്ട വേർപ്പ, അയ്യോ ഞാൻ 1-2 വട്ടമേ ഇട്ടിട്ടുള്ളൂ, നീ ഒരു വട്ടമെങ്കിലും ഇട്ടിട്ടുണ്ടോ? അത് സെക്കൻഡ് സ്തോത്രം. എടുത്ത് കളഞ്ഞേക്കണം. സ്തോത്രം. ഇതേപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ച ഹല്ലേലൂയ വ്യക്തിയാണ് KP യോഹന്നാൻ. എവിടെ പോയി? പണത്തിന്റെ പിന്നാലെ, പണത്തെ കൂടി ചപ്പും ചവറുമായി കണ്ട വ്യക്തിയാണ്. ഞാനൊരു കാര്യം പറയാം, പണം വലുതാണെന്ന് പറഞ്ഞ് കണ്ണിവെച്ച് തൊഴല്ലേ. ഇത് വെറും ചപ്പും ചവറും, വെറും കടലാസിന് തുല്യമായ സ്നേഹമേ നീ പണത്തിന് കൊടുക്കാവൂ. കാരണം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ചിലവരുണ്ടല്ലോ പൈസ ചവിട്ടല്ലേ, വേറും കടലാസിന് തുല്യ വിലയെ കൊടുക്കാവൂ. ഇതിനല്ലാതെ വില കൊടുത്താൽ ഇത് നിന്നെ ഭരിക്കാൻ തുടങ്ങും. ഇത് ഭരിക്കാൻ തുടങ്ങിയാൽ നിന്റെ കുടുംബം താഴോട്ട് പോത്തേ ഉള്ളൂ, ഉയർത്തത്തില്ല. കാര്യം എന്തുവാ? പണം എടുത്തിട്ടുണ്ട്, ഈ കണ്ണെല്ലാം വെക്കും. ഇത് കടലാസിന് തുല്യമെന്ന് ഞാൻ പറയട്ടെ. എന്റെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആക്കി ഞാൻ റോഡിൽ കിടക്കും. എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ എന്റെ പണം പ്രയോജനപ്പെടുത്തും. അല്ലയോ? അല്ലെങ്കിൽ ഈ പണം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഓർത്തില്ല, അച്ചായൻ മരിച്ചപ്പോഴേ ഓർത്തെ, ഇത്രയെല്ലാം കൂട്ടി വെച്ചിട്ട് ആർക്ക് വേണ്ടിയാ? അച്ഛൻ ഒരു നല്ല ഡ്രസ് ഇട്ടോട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. അച്ഛനെ മക്കൾ സൂട്ടും കോട്ടും എല്ലാം ഇട്ടാണ് വരുന്നത്. പക്ഷെ ഉണ്ടാക്കിയ ആള് സാധാ ഒരു മുണ്ടെടുത്തൊന്ന് നടക്കുന്നത്. ഞാനിവിടെ പോയി, ഇതെല്ലാം എവിടെ പോയി? ഇനി ഇതെല്ലാം വിറ്റ് പറക്കി അടുത്തത് സ്വന്തം ചമ്മയിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പോവാ. പ്രേരണുണ്ടോ? കടലാസിന് തുല്യമേ കാണാവൂ പണത്തെ. ഒരിക്കലും ചിലവർ വീടിനകത്തെല്ലാം സ്തോത്രം ഞാനെല്ലാം ഉടുപ്പൂരിയെ കാണാം, അതേപോലെ രൂപത്തെ വെച്ചിട്ടുണ്ട് പണം കയറാൻ വേണ്ടി. സ്തോത്രം. ഞാനെല്ലാം ഉടുപ്പൂരി ഇരുന്ന് അതേപോലെ വരും. അങ്ങനത്തെ രൂപത്തെ വെച്ചിട്ടുണ്ട്, അവിടെ പണം കയറും. അദ്ദേഹത്തെ തൊഴുന്നത്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പൊട്ടത്തരമാ പണത്തിന്റെ പിന്നാലെ പോവല്ലേ. പണം നമ്മളെ പുറകെ വരാവും. പണത്തിന്റെ പിന്നാലെ ഏത് വ്യക്തി പോയിട്ടുണ്ട്, അവനെല്ലാം രക്തബന്ധങ്ങളും സഹോദര സ്നേഹങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള അടിസ്ഥാനങ്ങളും അല്ലെങ്കിൽ കുടുംബപരമായുള്ള ബന്ധങ്ങളും എല്ലാം വിറ്റ് അവൻ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവനെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ, ആരും നന്നായിട്ടില്ല. ഉണ്ടോ? നമ്മളെ കുടുംബത്തിൽ നമുക്ക് അർഹതപ്പെടാത്ത സ്വത്ത് നമ്മളെ കൈ വന്നിട്ടുണ്ടെങ്കിൽ എന്നാലും കണക്ക് പറയൂല്ലേ? സ്തോത്രം. സ്വത്തിനോ പണത്തിനോ അല്ല ദൈവമക്കളെ പ്രാധാന്യം. ഇതെല്ലാം വേണം, ഇതെല്ലാം ആര് തന്നോളും? ദൈവം തന്നോളും. പക്ഷെ ഇതിന്റെ പിന്നാലെ പോയി വില കൊടുക്കല്ലേ. സ്തോത്രം. പണം ചവിട്ടിയാൽ കുഴപ്പം, പണം കണ്ണി വെക്കുന്നു, തൊഴുന്നു. ഇതിനെ വേറെ നിസ്സാര പേപ്പറാട്ടെ കാണാവും. പണ്ട് തൊഴുതുകൊണ്ടിരുന്നത് സ്തോത്രം പണം കണ്ട് ഭയങ്കര തൊഴുത്തലായിരുന്നു. സ്തോത്രം. മോദി സർക്കാർ കയറി നോട്ട് മാറ്റിയപ്പോ ഇന്ന് പല വീട്ടിലും ഇരിപ്പുണ്ട്. പുറത്ത് കാണിക്കാത്തതാ. ഇപ്പൊ അതിനെ തൊഴത്തില്ല, അതിനെ വെറും ദേഷ്യത്തോടെ നോക്കുന്ന. 1000-ന്റെ നോട്ടിന് 500-ന്റെ നോട്ട് വൃത്തികേട്ടത്. അന്നെടുത്ത് മാറിയായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയെ. ഇന്ന് പല കുടുംബത്തിനകത്തോണ്ട് എന്നോട് പറയുന്നിട്ടുണ്ട്, പലരുടെയും മേശിക്കതിരിപ്പുണ്ട്, അടുക്കാട്ട്. മറന്നുപോയ നോട്ടുകളുണ്ട്, മാറാൻ പറ്റാതെ മറന്നുപോയി കുറെ നോട്ടുകൾ. പിന്നെ കണ്ടത് അലമാരി സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് കണ്ടത്. അപ്പോഴേ കാലം പോയി, തിരിഞ്ഞു. ഇനി ഇത് പുറത്തിറക്കിയ അവന്റെ അകത്തു പോകും. സ്തോത്രം. എത്ര പേര് ചാക്കിക്കൊണ്ട് നമ്മളെ വീടിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമായിരുന്നു. അയ്യോ വേണ്ട, പൊക്കോ, കളഞ്ഞരുത്, ഇത് കൊണ്ട് തീയിട്ടേക്കാൻ പറയും, ഇല്ലയോ? അത്രേ ഉള്ളൂ പണത്തിൽ. ഇതിന്റെ പിന്നാലെ പോവില്ല. ഇതെല്ലാം ദൈവം തരുന്നതാ. അത് നമ്മളെ പിന്നാലെ വരാവും. നമ്മൾ ആരുടെ പിന്നാലെ പോവാവും? യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോവാവും. യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോവാവും. ഇന്ന് പ്രവാചകയുടെ മോനം പോയിരിക്കുക. പ്രവാചക തിരുത്തി കൊണ്ടുവരാൻ അറിയത്തില്ല. ഇനി കുറെ നാൾ കഴിയുമ്പോഴെല്ലാം കഴിഞ്ഞിട്ട് വരും, ഞാൻ തിരിച്ചു വന്നു. വേണ്ട ദൈവത്തിന് ഇങ്ങനത്തെ ഉള്ളതിന് ദൈവത്തിന് വേണ്ട ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനകത്ത് വരുന്നവനെ മതി. ഇന്ന് അവൻ സ്തോത്രം. ആദ്യം അവൻ ഇറങ്ങിയ സമയത്ത് അവൻ വർഷിപ്പ് ലീഡർ ആയിരുന്നു. ഏതിന്റെ?
പെന്തിക്കോസ്ത് ആരാധന വർഷിപ്പിൽ അവൻ വന്ന് ആരാധിക്കാൻ നിന്നായിരുന്നെങ്കിൽ അവിടെ ഇളകുമായിരുന്നു. അവൻ 2-3 അനുഭവ സാക്ഷ്യവും പറഞ്ഞിട്ട് അവൻ ആരാധിക്കുമ്പോൾ അവിടെ ഇളകുമായിരുന്നു ദൈവജനം. പരിശുദ്ധാത്മാവിന്റെ പ്രവാഹത്താൽ ഇളകുമായിരുന്നു. പക്ഷെ ഇന്ന് അവൻ വന്ന് നിന്നാൽ അവൻ എത്ര അനുഭവ സാക്ഷ്യം പറഞ്ഞാലും ഇളകത്തില്ല. അവിടെ ഇളകുന്നത് പൈശാചിക ശക്തിയാണ്. സ്തോത്രം. സിനിമാ പാട്ട് പാടുമ്പോൾ, സിനിമാ പാട്ടിന്റെ താളം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. നമ്മളെ ശരീരം അനങ്ങത്തില്ലേ? ആ താളത്തിനനുസരിച്ച് നമ്മളെ ശരീരം അനങ്ങും. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യക്തിയല്ലേ, ഡാൻസ് ചെയ്യുന്ന വ്യക്തിയുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രയാസം കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാൻസിൽ ഇരിക്കുന്ന വ്യക്തിയല്ലേ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനകത്ത് ബന്ധു വരത്തില്ല, പരിശുദ്ധാത്മാവ് വരത്തില്ല. ആ താളത്തിനനുസരിച്ച് നമ്മൾ ചാടുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അകത്ത് വരുന്നതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവമക്കളെ. സ്നാനം വിലക്ക് കൊടുത്തു വാങ്ങാം, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് വില കൊടുത്തു വാങ്ങാം. പക്ഷെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വില കൊടുത്തു വാങ്ങാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ആഭിചാരം ചെയ്യുന്ന ശീമോൻ പണം കൊടുത്തു നോക്കി പരിശുദ്ധാത്മാവിനെ വാങ്ങാൻ. അതിനു മുമ്പേ അവൻ പണം കൊടുത്ത് സ്നാനപ്പെട്ടു, പണം കൊടുത്തവൻ രക്ഷ പ്രാപിച്ചു, പണം കൊടുത്തവൻ സഭയ്ക്കകത്ത് കയറി, അവൻ സഭയുടെ മെയിൻ ആളായി. പക്ഷെ അവൻ എന്ത് കിട്ടിയില്ല, പരിശുദ്ധാത്മാവ്. അപ്പൊ പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് എന്ന് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ എന്താണുള്ളത്? പണം കൊടുത്ത് അമ്മയെ മേടിക്കാം, പണം കൊടുത്ത് അപ്പനെ മേടിക്കാം, പണം കൊടുത്ത് ഭാര്യയെ മേടിക്കാം, പണം കൊടുത്ത് ഭർത്താവിനെ മേടിക്കാം, പണം കൊടുത്ത് മക്കളെ മേടിക്കാം, പണം കൊടുത്ത് സഭയെ മേടിക്കാം, പണം കൊടുത്ത് പാസ്റ്ററെ മേടിക്കാം, പണം കൊടുത്ത് പാസ്റ്റർ കമ്മിറ്റിയെ മേടിക്കാം, സഭയെ മേടിക്കാം, എല്ലാം മേടിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ പണം കൊടുത്താൽ പറ്റത്തില്ല. ഞാൻ പാസ്റ്ററിനോട് പൈസ കൊടുക്കുക, സഭയ്ക്ക് പൈസ കൊടുക്കുക, ഈ സഭയിലോട്ട് ഇങ്ങോട്ട് വരിക, ഞാൻ രക്ഷിക്കപ്പെട്ടു പാസ്റ്റർ, ഞാൻ പണ്ട് ഭാവിയായിരുന്നു പാസ്റ്റർ, എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണം. നമ്മൾ പെടുത്തത്തില്ലേ? പെടുത്തോ ഇല്ലയോ? അയ്യോ പാസ്റ്റർ ഞാൻ പെടുത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ അതായത് കുറെ ദിവസം കൊണ്ട് സാക്ഷ്യം പറഞ്ഞ് സ്നാനപ്പെടണം, എന്താ പാസ്റ്റർ പെടുത്താൻ തന്നെ ചോദിക്കും ഇല്ലയോ? സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു വന്നൊരു വ്യക്തി ഏറ്റു പറഞ്ഞിട്ട് സ്നാനപ്പെടുത്തുന്നില്ല, നിങ്ങൾ എന്നെ കൊണ്ട് പെടുത്തിപ്പിക്കും ഇല്ലയോ? പെടുത്തും. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇന്നിനെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ കുറച്ച് പൈസ തരാം, എന്റെ തലയൊന്നും കൈവച്ച് പരിശുദ്ധാത്മാവിനെ തരാൻ പറ്റുമോ? ഇല്ല. പണം കൊടുത്ത് ഈ ലോകത്തിൽ വാങ്ങാൻ പറ്റാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുക, പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. പണം കൊടുത്ത് വേണമെങ്കിൽ എനിക്ക് 10 പേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ചുറ്റും നിർത്താം. 10 പേര് എനിക്ക് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി. പക്ഷേ പരിശുദ്ധാത്മാവിനെ തരണമെങ്കിൽ ദൈവം ചിന്തിക്കണം. ദൈവം ചിന്തിക്കണമെങ്കിൽ നിന്റെ ഹൃദയം ഉടയേണ്ട രീതി ഉടയണം. നീ വീണ്ടും ജനിക്കണം. നീ പൂർണ്ണമായി നിന്റെ ഹൃദയം യേശുവിന്റെ സന്നിധി സമർപ്പിച്ച് ഉടയേണ്ട രീതി ഉടച്ച് നീ പുറത്തു വന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയാലോ, ആരാധിക്കുന്ന ഡാൻസ് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സ്തോത്രം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ തളർന്നു പോകും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നാൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഞാൻ നിൽക്കും. അത് തളരുന്നതല്ല, അത് ജഡത്തിലല്ല, അത് ആത്മാവിലാ വന്നിരിക്കുന്നത്. എന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിലാ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്റെ ശരീരം എത്ര ആരാധിച്ചാലും എന്ത് ചെയ്യത്തില്ല, തളർന്നു പോകത്തില്ല. ഞാൻ ബലം കൂടി വരത്തേ ഉള്ളൂ. അതിന് ഉപവാസത്തോടാവട്ടെ, പ്രാർത്ഥനയോടാവട്ടെ, പട്ടിണിയാവട്ടെ, എങ്കിൽ തളർന്നു പോകുന്ന അവസ്ഥയാവട്ടെ, രോഗിയാവട്ടെ, പ്രതികൂലമാവട്ടെ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ കടന്നു വന്നാൽ ആ ആരാധനയെ ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഞാൻ ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കും, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു ദൈവമക്കളെ, അതിന്റെ ആത്മാവിന്റെ ശക്തി ഇരട്ടിയായി പ്രാപിക്കുക. എന്റെ പകല് ആ പരിശുദ്ധാത്മാവിനെ വിടുവിക്കാൻ പോവുക, ആ പരിശുദ്ധാത്മാവിനെ വിടുവിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് യേശുവിനെ, യേശു എന്നിലേക്ക് വരാൻ വേണ്ടി യേശുവിനോട് സംസാരിക്കുക. ഞാനും എന്റെ ദൈവം സംസാരിക്കുന്ന അന്യഭാഷയാണ്. പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയാണ്. ഞാനും എന്റെ ദൈവം സംസാരിക്കുന്ന ഭാഷയാണ്. ഇന്ന് പകൽ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാത്ത, എന്റെ ശരീരത്തിനകത്ത് വെളിപ്പെടാത്ത, എന്റെ ശരീരത്തെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽ അയ്യട്ടെ. ആത്മശക്തിയോടെ
ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഞാൻ പറഞ്ഞു, മാതാപിതാക്കൾ അത് തെറ്റാണോ ശരിയാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി ശരിയായെന്ന് പറഞ്ഞു വന്നാൽ ഏറ്റെടുക്കത്തില്ല. ശരിയാവേണ്ട സമയങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലയോ? ഭയങ്കര സാക്ഷ്യമായിരുന്നു. ഇന്ന് മക്കൾ മൊത്തം പോയേക്കുവാ. എന്നിട്ട് പറയുന്നത് ഞാൻ പ്രവാചകയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രവാചകയാണെങ്കിൽ എന്റെ മക്കളെ വളർത്തേണ്ട വഴിയിൽ എന്ത് ചെയ്യണം? വളർത്തണം. അതുപോലെ ഞാൻ പറയുക, എന്റെ ആത്മീയത്തിന് തടസ്സം എന്റെ മോനാണെങ്കിൽ എനിക്ക് മോനുമായിട്ടുള്ള ബന്ധമല്ല, മോളുമായിട്ടുള്ള ബന്ധമല്ല എനിക്ക് വിഷയം. എനിക്ക് വിഷയം ആത്മീയതയാണ്. ആ കാഴ്ചപ്പാട് ദൈവമായിട്ട് ബന്ധമുള്ള ദൈവമക്കൾക്ക് ഉണ്ടാവും. പരിശുദ്ധാത്മാവ് ഉണ്ടോ, നീ അത് നഷ്ടമാക്കാതെ മുന്നോട്ട് ഓടത്തേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നീ പലതും ഇതിനെ നഷ്ടമാക്കി കളയുന്നത്. ഇന്നലെ ഞാൻ ഒരു വാക്ക് കേട്ടു. ഒരു കാര്യം കണ്ടോണ്ടിരുന്നപ്പോ ഒരു വാക്ക് പറഞ്ഞ, കാലങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചു. ദൈവ പ്രകാരമാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഈ മീറ്റിംഗിന് ഞാൻ പലപ്പോഴും വരാൻ തടസ്സമായിരുന്നു. എന്നിട്ട് ഞാൻ പല രാജ്യത്തായിരുന്നു. ഞാൻ അവിടുന്നെല്ലാം മാറ്റി ഈ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് ദൈവനിയോഗമാണ്. നല്ല കാര്യം, ഇഷ്ടപ്പെട്ടു. അടുത്ത വാക്ക് പറയാം. ബാബുച്ചാന്റെ കുടുംബത്തിൽ പറഞ്ഞ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റും. അപ്പൊ ബാബുച്ചാൻ ദൈവമായോ യേശുവായോ? ഈ ബാബുച്ചാൻ യേശു ആയെന്ന് എനിക്ക് തോന്നുന്നു. ബാബുച്ചാനായിരിക്കും നിയോഗം എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് പട്ടി ഇറക്കുന്ന പോലെ കിടന്ന് ഇറച്ചിട്ട് അവിടെ ഒരു അനക്കവും നടക്കുന്നില്ല. കാര്യം എന്തുവാ? ബാബുച്ചാൻ നല്ല ദൈവമക്കളെ ചങ്കുറ്റത്തോട് പറയണം, ബാബുച്ചാനെ നീ പൊക്കിക്കൂ. പൊക്കണ്ടെന്നൊന്നും പറയുന്നില്ല. ബാബുച്ചാൻ പൈസ എല്ലാം തരുന്നെങ്കിൽ പൊക്കിക്കൂ. പക്ഷെ പൊക്കേണ്ട രീതി പൊക്കണം. യേശുവിന് തുല്യം കൊണ്ട് വെച്ച് പൊക്കല്ലേ, ദൈവ നിയോഗത്തിന് തുല്യം കൊണ്ട് വെച്ച് പൊക്കല്ലേ. പൊക്കിയാൽ ബാബുച്ചാൻ സാത്താനാവും. ബാബുച്ചാൻ നിനക്ക് പണിയാവും അവസാനം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പറയുക, മാതാപിതാക്കള് നമ്മളെ മക്കളെ, സ്തോത്രം, ക്രിസ്റ്റിയാവട്ടെ കൃപയാവട്ടെ ഗെല്ലുവിനാവട്ടെ തെറ്റ് ചെയ്തിട്ട് ഞാൻ പറയും എഴുത പുറത്തു പോക്കണം, എനിക്ക് വേണ്ട. അതിനകത്ത് ഒരു സെന്റിമെന്റ്സും എനിക്കില്ല. എന്നോട് ചിലർ പറയും മക്കളെ ചില വാക്ക്, എനിക്ക് എന്റെ യേശുവിന്റെ വാക്ക് മതി. കാര്യം എന്തുവാ? എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ യേശു മാത്രമേ ഉള്ളൂ. അത് ഞാൻ അറിഞ്ഞവനാ. ഒന്നുമില്ലായ്മയിൽ എന്നെ സ്നേഹിച്ചത് എന്റെ യേശുവാ. ഒന്നുമില്ലായ്മയിൽ എന്നെ ബലപ്പെടുത്തുന്ന യേശുവാ. ഒന്നുമില്ലായ്മയിൽ എന്നെ അനുഗ്രഹിക്കുന്ന യേശുവാ. യേശുവിന്റെ വാക്കിന് മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാധാന്യം കൊടുത്തുള്ളൂ. യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ. യേശു വെളിപ്പെടുത്തിട്ട് ഞാൻ അതിനെ അനുസരിക്കും. യേശു വെളിപ്പെടുത്തുന്ന കാലത്തോളം ഞാൻ അതിനെ അനുസരിക്കത്തില്ല. കാര്യം എന്തുവാ? യേശു വെളിപ്പെടണം. യേശു പറയുക, എനിക്ക് ഏറ്റവും ശത്രുതയുള്ള ഒരു മനുഷ്യനാണ് കുട്ടികൾ. യേശു പറയണം, അവനെ പോയി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ പിടിക്കും. അവന്റെ കാല് കഴുകാൻ പറഞ്ഞാൽ ഞാൻ കാല് കഴുകും. കാര്യം എന്തുവാ? എനിക്ക് അവിടെ ഈഗോയല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്റെ യേശു. അവൻ പറയുന്ന അംഗീകരിക്കാൻ പറഞ്ഞാൽ അംഗീകരിക്കും. ആര് പറയണം? യേശു പറയണം. ആ യേശു അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. ഉണ്ടെങ്കിൽ യേശു പറയുന്നത് എന്റെ ചെവിക്കകത്ത് എന്ത് ചെയ്യത്തുള്ളൂ? കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ചിലവരെന്നോട് പറയാറുണ്ട്, സഭയെല്ലാം പരിചയപ്പെടണ്ടേ, അതിന് പല വിദേശത്തേക്ക് ഒന്നിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോകുന്നെല്ലാം പറയാറുണ്ട്. പലപ്പോഴും ഞാൻ ആ വാക്കിനകത്ത് വീഴത്തില്ല. കാര്യം എന്തുവാ? എന്റെ യേശു തരാനാണെങ്കിൽ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരുവാൻ എന്റെ യേശു വിശ്വസ്തനാ. എനിക്കൊരു ബാബുച്ചാനെ പോയി പിടിക്കണ്ട, ഒരു ബാബുച്ചാനെ പൊക്കണ്ട. യേശു ഇരിക്കുന്നിടത്ത് കൊണ്ട് തരുവാൻ യേശു ശക്തനാണ്. അപ്പൊ യേശുവാ എനിക്ക് വലുത്. സ്തോത്രം. എനിക്ക് രോഗസൗഖ്യം തരുവാൻ എന്റെ യേശുവിന് കഴിയും. എന്റെ കടഭാരം മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. എനിക്ക് ഭവനം തരുവാൻ യേശുവിന് കഴിയും. എനിക്ക് ജോലി തരുവാൻ യേശുവിന് കഴിയും. എനിക്ക് കുടുംബജീവനം തരുവാൻ യേശുവിന് കഴിയും. എനിക്ക് മക്കളെ തരുവാൻ യേശുവിന് കഴിയും. എന്റെ കുടുംബം ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. സ്തോത്രം. പണത്തിന്റെ പിന്നാലെ പോലെ യുവക്കളെ ആരുടെ പിന്നാലെ പോവും? യേശുവിന്റെ പിന്നാലെ പോവും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നിലനിർത്തത്തുള്ളൂ. നമുക്കൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. സ്തോത്രം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ സ്തോത്രം 5 മുതലുള്ള വാക്യമാണ് തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്കും.
സ്തോത്രം. യോഹന്നാൻ സ്ഥാപകൻ നിന്ന് വിളിച്ചു പറയുക, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുക, യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുക. വായിക്കാം. സ്തോത്രം. ഒരു മിനിറ്റ്. യോഹന്നാൻ ഉണ്ടാവുന്ന മുമ്പ് യെശയ്യാ പ്രവചനത്തിനകത്ത് യെശയ്യാ പ്രവചിച്ച മനുഷ്യൻ ഇവനാണ്. അപ്പോൾ ഞാൻ എന്റെ കുടുംബത്തിൽ ജനിക്കുന്ന മുമ്പ് എന്നെ കുറിച്ച് ആർക്ക് പദ്ധതിയുണ്ട്? എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്റെ അമ്മ എന്റെ പിതാവിന്റെ ഭാര്യയാവുന്ന മുമ്പേ, അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ എന്റെ അമ്മയുടെ ഭർത്താവാവുന്ന മുമ്പേ ഞാൻ അവിടെ ജനിക്കുമെന്ന് ആർക്ക് പദ്ധതിയുണ്ട്? എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ കുറിച്ച് ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ഇത് പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ പേര് ചൊല്ലിച്ച് വിളിച്ച ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്റെ സകല വിഷയത്തിനകത്ത് യേശു മറുപടി തരും. അത് ഉറപ്പുള്ള വിശ്വാസമാവണം. യേശു എന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നു, യേശു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ യേശയ്യാ പ്രവചനത്തിൽ പറയുന്നവരെല്ലാം വിളിച്ചു പറയുന്ന, മരുഭൂമി വിളിച്ചു പറയുന്ന യോഹന്നാൻ എന്ന് പറയുന്ന ഇവനെയാണ്. ഇവനെ കുറിച്ചാണ് യേശയ്യാ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്ന മുമ്പേ എന്റെ യേശു എന്നോട് പറഞ്ഞു നീ എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളിൽ മേൽ നിശ്ചയമായി യേശു അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്യും. അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ. സ്തോത്രം. ഒരു മിനിറ്റ്. യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അനേകര് വരുക. പാപമോചനത്തിന്റെ സ്നാനം അവിടെ നടക്കുന്നത്. പാപമോചനത്തിന്റെ സ്നാനമാണ് നടക്കുന്നത്. അതാണ് നമ്മൾ സഭയ്ക്കകത്ത് കർത്താവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുവാ? പാപമോചനം താൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് സ്നാനപ്പെടാം. പാപമോചനം എന്ന് പറഞ്ഞാൽ എന്തുവാ? രക്ഷിക്കപ്പെട്ടാൽ, മാനസാന്തരപ്പെട്ടാൽ, എനിക്ക് ഈ പഴയ മനുഷ്യനെ പോലെ ജീവിക്കേണ്ട, യേശു ആഗ്രഹിക്കുന്ന പോലെ ഒരു പുതിയ മനുഷ്യനായ മതി. പുതിയ മനുഷ്യനായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി. ഈ ലോകത്തിൽ ബന്ധങ്ങളോ സ്വന്തങ്ങളോ കാട്ടി വലുത് എന്റെ യേശു എനിക്ക് വലുത്. ഇനി ഞാൻ യേശുവിന്റെ സാക്ഷിയായിട്ടാണ് ജീവിക്കാൻ പോകുന്നത്. ഇനി എന്റെ ദൈവം എനിക്ക് തന്ന ആയുസ് മുഴുവനും അത് യേശുവിന് വേണ്ടി എന്നെ ജീവിക്കാൻ പോകുന്നത് എന്ന് സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ട് പാപം ചെയ്യത്തില്ല എന്ന് ദൈവസന്നിധി ഉറപ്പ് വെച്ച് തരുന്നവനെ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നുള്ള സ്നാനമാണ് ആര് ചെയ്യുന്നത്? യോഹന്നാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ ഡ്യൂട്ടി അതാ. ആരെ സ്നാനപ്പെടുത്തുന്ന? യേശുവിനെ സ്നാനപ്പെടുത്തുന്ന ഡ്യൂട്ടിയാ ആർക്കുള്ളത്? യോഹന്നാനുള്ളത്. യേശുവിനായിട്ട് 6 മാസത്തിന് മൂപ്പേ ഉള്ളൂ പുള്ളിക്കാരന്. പുള്ളിക്കാരൻ ഇങ്ങനെ പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലവര് വരുവാ. എന്തുവാ? മാനസാന്തരപ്പെടാത്തത്, രൂപാന്തരപ്പെടാത്തത് ചിലത് ഇങ്ങോട്ട് വരുവാ. എവിടെ? സ്നാനപ്പെടാൻ വേണ്ടി വരുവാ. ഇന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ അപ്പൻ പെന്തിക്കോസിലാണെങ്കിൽ മക്കളും പെന്തിക്കോസിലാണ്. അപ്പൊ സ്നാനം കുഞ്ഞുങ്ങൾക്ക് വിലക്കിയിട്ടില്ല. അവരൊരു പ്രായമായപ്പോ കല്യാണം കഴിക്കുന്ന മുമ്പേ അവർ സ്നാനപ്പെട്ടാലേ കല്യാണം കഴിക്കാൻ പറ്റും. അപ്പോഴ് ഒരു സഭ വരും. അപ്പൊ എന്റെ അപ്പം സഭയ്ക്കകത്ത് ഞാൻ കയറി സ്നാനപ്പെട്ടു. അത് സ്നാനമാവത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്നാനം വിലക്ക് വാങ്ങാൻ പറ്റും. രക്ഷിക്കപ്പെടുന്നത് നിനക്ക് പറയാൻ പറ്റും, വിലക്ക് വാങ്ങാൻ പറ്റും. നിന്റെ രക്ഷയൊന്ന് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയും. നീ പറഞ്ഞു, പാസ് കേട്ടു, പാസ് സ്നാനപ്പെടുത്തിയേ പറ്റൂ, തലമുറ സ്നാനപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. സ്നാനപ്പെട്ടു. അതല്ല സ്നാനം. സ്നാനം യഥാർത്ഥമായി രൂപാന്തരപ്പെട്ടവന് കൊടുക്കേണ്ടതാ സ്നാനം. രക്ഷിക്കപ്പെട്ടവന് കൊടുക്കേണ്ടതാ സ്നാനം. എങ്കിൽ മാത്രമേ അവന്റെ മേൽ എന്ത് വരുത്തുള്ളൂ? പരിശുദ്ധാത്മാവ് വരുത്തുള്ളൂ. മനസ്സുകൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി വരുന്നവനെ ആർക്കറിയാം? ദൈവത്തിനറിയാം. അവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കൂ. അപ്പോഴ് നോക്കിപ്പോ എന്തുവാ? അന്നത്തെ ജനം മുഴുവനും പാപമോചനത്തിന് വേണ്ടി അവർ സ്നാനപ്പെടുന്നു. അത് ദൈവത്തെ സ്വീകരിക്കുക. കേട്ടപ്പം കൊള്ളാം. നമ്മളാ എന്തിനാ മാറിയിരിക്കുന്നത്? നമുക്ക് പോയി അങ്ങ് സ്നാനപ്പെടാം. ആ ഒരു കാര്യം ചെയ്താൽ പോരെ, മാറിയിരുന്നാ പോരെ. ഇന്ന് മർത്തോമ സഭയ്ക്കകത്തും യാക്കോബ് സഭയ്ക്കകത്തും അനേകം പേര് സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇവരെ ചിന്ത എന്തുവാ? ഞങ്ങൾ വചനം പൂർത്തീകരിച്ചിട്ടുണ്ട്. പെന്തിക്കോസിലെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ കുറെ പാസ്റ്റർമാരും ഉണ്ട് സ്നാനപ്പെടുത്താൻ വേണ്ടി. കാര്യം എന്തുവാ? നേരത്തെ പോലെ ചിലത് കിട്ടും,
അതിനുവേണ്ടിയാ സ്നാനപ്പെടുത്തി വെച്ചേക്കുന്നത്. സ്തോത്രം. അവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. വചനത്തിനകത്തൊരു ഭാഗത്തോടും പറയുന്നുണ്ട് ദൈവമക്കളെ, അത് ചിന്തിക്കണം. ഈ മത്തായി സുവിശേഷത്തിനകത്തൊരു ഭാഗത്തോടും പറയുന്നുണ്ട്, നിങ്ങളോ നരകത്തിൽ പോവുക. ചിലവരെ നിങ്ങൾ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തിയിട്ട് നിങ്ങൾ പോകുന്നതിൻ്റെ കൂടെ നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങൾ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യോഗ്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ നിത്യത പോവും, അവര് നിത്യത പോകണം. ആ ബോധ്യത്തോടെ ആയിരിക്കണം ആരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റും, അവരെ വിളിച്ചുകൊണ്ട് വരണം. അല്ലാതെ നിങ്ങൾ നരകത്തിൽ പോകുന്നതിന് അതിലും കൂടെ നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് വരും. മലകളും നാടുകളും എല്ലാം ചുറ്റിയിട്ട് അവസാനം നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് അവരെ നരകത്തിൽ കൊണ്ടിടല്ലേ. ഒരു വചന ഭാഗമുണ്ട്. സ്തോത്രം. അപ്പോഴിതാ കുറച്ച് പാർട്ടികൾ എന്ത് ചെയ്യുക? വരുക. എങ്ങോട്ട് വരുക? സ്നാനപ്പെടാൻ. യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്ക് ഇന്നത്തെ എത്ര പാസ്റ്റർമാർക്കുണ്ട്? അഗൻസ്റ്റ് എത്ര പാസ്റ്റർമാർക്കുണ്ട് ആ ഉറപ്പ്? യോഹന്നാൻ പറയുക, സർപ്പസന്തതികളെ. അവിടുത്തെ മെയിൻ പ്രമാണികളായി വരുന്നത്, മെയിൻ പ്രമാണികളാണ് വരുന്നത്. മെയിൻ പ്രമാണികളാണ് വരുന്നത്. നമ്മളെന്ത് പറയും? ഓ ബേബിച്ചാൻ വരുന്നത്, ബേബിച്ചാൻ വരുന്നു, ഭാവിച്ചാൻ വരുന്നു, സ്തോത്രം, ഹാലേലൂയ സ്തോത്രം, തോമസ് ചാൻ വരുന്നു, വാ യോസ് ചാൻ വരുന്നു, വാ ഇരിക്ക്. നമ്മൾ പറയും. കാര്യം എന്തുവാ? എബ്രാഹിച്ചാനെല്ലാം വന്നു കഴിഞ്ഞാൽ പ്രയോജനം, തോമസ് ചാൻ വന്ന പ്രയോജനം, നമ്മളെ സഭയ്ക്കകത്ത് ഇന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമോ? സ്തോത്രം. ഇങ്ങനെല്ലാം പറയും. പക്ഷേ യോഹന്നാൻ പറഞ്ഞില്ല. യോഹന്നാൻ അറിയാം സ്നാനം എന്തുവാണ്, രക്ഷ എന്തുവാണ്. ആർക്കറിയാം? യോഹന്നാൻ അറിയാം. ഇന്ന് പല സഭയുടെ ദൈവദാസന്മാർക്കും അറിയാതെ പോയിരിക്കുന്നത്, സഭയ്ക്കകത്തുള്ള വിശ്വാസികൾക്ക് അറിയാതെ പോയിരിക്കുന്നത് ഇതാണ്. എന്തുവാ? യഥാർത്ഥ രക്ഷ എന്താണെന്നും സ്നാനം എന്താണ്, ഇതിന്റെ വില എന്താണെന്നും. തിരുമേശയെല്ലാം കുടിക്കും, എന്തുവാ ഇതിന്റെ വിലയെന്ന് ഇതുവരെ അറിയത്തില്ല. കാര്യം ചോദിച്ചാൽ കാര്യം പറയും, പക്ഷെ ഉള്ളുകൊണ്ടല്ല പറയുന്നത്, ബുദ്ധി കൊണ്ടാ പറയുന്നത്, പഠിച്ചതാ പറയുന്നത്. പഠിച്ചതല്ല, ചെയ്യുന്നതാ വേണ്ടത്. എന്തുവാ? ചെയ്യുന്നത്, പ്രവൃത്തിയുള്ളതാ വേണ്ടത്. അവരെ നോക്കിയിട്ട് പറയുക, എന്ത് പറയുക? സർപ്പസന്തതികളെ. സ്നാനപ്പെടാൻ വരുന്ന വ്യക്തികളെ ഇങ്ങനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? എത്ര ദൈവദാസന്മാർ കൊണ്ട് ശക്തമായിട്ട് പറയുക, സർപ്പസന്തതികളെ. വരുവാനുള്ള പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ നിങ്ങളെ മുന്നറിയിപ്പ് നൽകി ആരായി പഠിപ്പിച്ചത്? കാര്യം എന്തുവാ? ഇവന്മാര് വരുന്നത് ദൈവവും വേണം, ലോകവും വേണം. ആ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നല്ലോ. അത് കഴിയുമ്പോഴും ആരും പറയത്തില്ലല്ലോ നിങ്ങൾ എന്താ സ്നാനപ്പെടാത്തോണ്ടാ. ഇപ്പൊ കത്തോലിക്കുള്ള ഒരു അമ്മച്ചിയോട് ചോദിച്ചാലും പറയും, ഞങ്ങൾ സ്നാനപ്പെട്ടു, ഇന്ന ഭാഷ വന്ന് സ്നാനപ്പെടുത്തിയത്. ഒളിച്ചിരിക്കുക, പള്ളി വിട്ടിട്ടില്ല, പഴയ മനുഷ്യൻ കിടക്കുക, പഴയ മനുഷ്യൻ വിട്ടിട്ടില്ല, ഇപ്പോഴും തൊഴല, ഇപ്പോഴും കുരിശുവരപ്പ മാറിയിട്ടില്ല. KP ഓനാൻ പറഞ്ഞ KP ഓനാൻ എന്ന് പറയുന്ന ആ കർത്താവിന്റെ ദാസൻ അന്ന് പറഞ്ഞ പ്രസംഗം എന്ന് പറഞ്ഞ കുരിശിനെതിരായി പുള്ളി പറഞ്ഞ പ്രസംഗം ഇതാ. അന്ന് റോമ പൗരത്വത്തിന്റെ രീതിയിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏത് കൊടും പാപം ചെയ്യുന്നവനെയും മരണശിക്ഷയാണ്. അതെങ്ങനെ ചെയ്യണം? കുരിശിൽ ആണി കഴിച്ച്. അത് യേശുവിന് വേണ്ടി കൊണ്ടുവന്നതല്ല, ആ റോമ പൗരത്വത്തിന്റെ ആ റോമ സർക്കാരിന്റെ നിയമമാണ്. യേശുവിനെ എന്ത് ചെയ്യണം? ഏത് പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് 2 കള്ളന്മാരെ അപ്പുറവും ഇങ്ങനെ ചെയ്യുന്നവനെ എന്ത് ചെയ്യണം? 3 ആണിന്മേൽ ക്രൂശിലടിച്ച് അവനെ രക്തം വാർന്ന് അവനെ മരിക്കണം. അതാണ് അവിടുത്തെ നിയമം. ഇന്ത്യയുടെ നിയമം എന്ന് പറയുന്നത് എന്തുവാ? കയറ് കെട്ടി തൂക്കിയിടുക. കയറിനകത്ത് എന്ത് ചെയ്യുക? തൂക്കിയിടുക. ഗൾഫിന്റെ നിയമം എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് വന്ന് വെട്ടുക. സ്തോത്രം. ഒരു സിറ്റിക്കകത്ത് സ്തോത്രം പാപം ചെയ്തവൻ അല്ലെങ്കിൽ ഇന്ന് സ്തോത്രം ഹാലേലൂയ പെണ്ണ് പിടിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കിയവന്മാരെല്ലാം എന്ത് ചെയ്യും? ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ആൾക്കാർ കൂടുന്നെടുത്ത് അവരുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തും, ഇവനെ പുറത്തിറക്കും, വാള് കൊണ്ട് വെട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഭാവത്തിനനുസരിച്ച് ചിലത് കൈ വെട്ടും, കാല് വെട്ടും, ചിലത് തല വെട്ടും. ഇത് ഗൾഫിൽ ചെയ്യുന്നതുകൊണ്ടാ പാപം ചെയ്യാത്തത്. അതുകൊണ്ടാണ് സ്ത്രീകൾ രാത്രിയിലും ധൈര്യമായിട്ട് പോകുന്നത് വരുന്നത്. അതുകൊണ്ടാ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കൊലപാതകം നടക്കാത്തത്. കാര്യം എന്തുവാ? അവിടെ ശിക്ഷയാണ്. പക്ഷെ ഇന്ത്യക്കകത്ത് എന്തുവാ? കയറ് കെട്ടി. KP ഓനാൻ ചോദിച്ചത്, കുരിശിൽ മാലയിലേക്കോടല്ലേ നടക്കുന്നത്? ഞാൻ ക്രിസ്ത്യാനിയാന്ന് അറിയിക്കാൻ യേശു ക്രൂശി കിടന്നതാണ് കുരിശെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. KP ഓനാൻ ചോദിച്ചു,
ഇന്ത്യക്കകത്തായിരുന്നു യേശുവിന് ഈ ശിക്ഷയെങ്കിൽ യേശുവിനെ എന്ത് ചെയ്തേ? കയറ് കെട്ടി കൊണ്ടുവരും. നിങ്ങളെ കഴുത്തിൽ എപ്പോഴും കയറ് കെട്ടി കൊണ്ട് നടക്കൂ. കർത്താവിന്റെ ദാസൻ എന്ന് ചോദിച്ച ചോദ്യം അപാര ചോദ്യമാണ്. എന്തുവാ? ഈ കുരിശിന് പകരം ഒരു കയറിന്റെ സിംബളം വെച്ചുകൊണ്ട് നടക്കുമോ? അതിന് അതിന്റെ വിലയുള്ളൂ. സ്തോത്രം. അതിന് അതിന്റെ വിലയുള്ളൂ. അതൊരിക്കലും കഴുത്തി കെട്ടി തൂക്കിടാനും നിന്റെ സഭയുടെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കാനും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഇവരും അതേപോലെ ഇവര് വരുന്നെന്തുവാ? ഈ സ്നാനം എന്ന് പറയുന്ന പരിപാടി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനി ഈ കൽപ്പനയോട് ചെയ്തില്ലെന്ന് വേണ്ട, ഇതുകൂടെ ഒന്ന് ചെയ്തേക്കാം. അപ്പോഴവരെ വിളിക്കുന്ന പേര് എന്തു പറഞ്ഞേ? സർപ്പസന്തതികളെ. യോഹന്നാന്റെ ഗെറ്റ്സ് നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ യേശുവിനെ മാത്രം നോക്കി ഓടുന്ന വ്യക്തിയാ. പുതിയ നിയമസഭയെ നോക്കി ഓടുന്ന വ്യക്തിയാ. യേശു എന്ന് പറഞ്ഞാലും ചെയ്യുന്ന വ്യക്തിയാ. ദൈവത്തിന്റെ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാ. പറയുക സർപ്പസന്തതികളെ. അടുത്ത വാക്യം. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഉപദേശം തന്നതാ. ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ച ആരാ? സ്നാനപ്പെടണോ നിങ്ങളെ പഠിപ്പിച്ച ആരാ? സ്നാനപ്പെടുന്നെങ്കിൽ ആർക്ക് വേണ്ടി ജീവിക്കണം? യേശുവിന് വേണ്ടി ജീവിക്കണം. സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനെ ഏറ്റെടുക്കുക. യേശുവിനെ ഏറ്റെടുക്കുക, യേശുവിനെ ധരിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കാൻ പോവുക. ഇത് പറഞ്ഞു തന്നെ ആരാ? സ്നാനം പറഞ്ഞു തന്നെ ആരാ? പക്ഷെ സ്നാനം നിങ്ങൾക്ക് യഥാർത്ഥമായി പറഞ്ഞു തന്നത് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും ജനിക്കാതെ പഴയ മനുഷ്യനെ കൊല്ലാതെ വന്നേക്കുന്നത് സ്നാനപ്പെടാൻ. അവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. പഴയ മനുഷ്യൻ ചത്താല് പുതിയ മനുഷ്യൻ ഉണ്ടാകത്തുള്ളൂ. ആ പുതിയ മനുഷ്യനെ ആർക്ക് വേണ്ടത്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ജനിച്ച് ആ മനുഷ്യനെ ദൈവത്തിന് വേണ്ട. അവൻ സ്നാനപ്പെടുമ്പോൾ, അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോഴാ അവനെയാണ് ആർക്ക് വേണ്ടത്? യേശുക്ക് വേണ്ട. പഴയ മനുഷ്യനെ വേണ്ട. പഴയ മനുഷ്യന്റെ ക്വാളിറ്റി എന്നോണ്ടല്ല ദൈവം വിളിച്ചത്. പുതിയ മനുഷ്യനായ ഒരു ക്വാളിറ്റി എന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആരും ആഗ്രഹിക്കുന്നത്? യേശു ആഗ്രഹിക്കുന്നത്. അപ്പൊ പുതിയ മനുഷ്യനാക്കവനാ ആര് വിളിച്ചത്? കർത്താവ് വിളിച്ചത്. വാക്യം വായിക്കാം. കേട്ടോ? മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്പിൻ. അപ്പൊ മാനസാന്തരപ്പെടാതെ ഈ സ്നാനപ്പെടുന്ന പരിപാടി ആരാ പറഞ്ഞു തന്നെ? അതുകൊണ്ടാ അവരെന്ത് വിളിച്ചേ? സർപ്പസന്തതികൾ. ഇന്ന് സ്നാനപ്പെട്ടിട്ട് പിന്നെ പഴയ രീതി പോകുന്ന എത്രയോ പേരുണ്ട്. അവരെ വിളിക്കുന്ന പേരാ സർപ്പസന്തതികൾ. കാര്യം എന്തുവാ? ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്തവന്റെ എല്ലാ പേരും സർപ്പസന്തതികളാണ്. അത്രയ്ക്ക് ശപിക്കപ്പെട്ടവരാണ്. നിനക്ക് ആരായി മാനസാന്തരം പറഞ്ഞു തന്നെ? മാനസാന്തരപ്പെട്ട തീരും. പാപമോചനം ഉണ്ടാവണം, പാപബോധം ഉണ്ടാവണം, മാനസാന്തരം ഉണ്ടാവണം. എങ്കിലേ നീ സ്നാനപ്പെട്ടിട്ട് കാര്യമുള്ളൂ. അല്ലാതെ സ്നാനപ്പെട്ടിട്ട് എന്തില്ല? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. സ്തോത്രം. ഇന്ന് സഭയ്ക്കകത്ത് തലമുറ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തലമുറ പിടിച്ചാൽ സ്നാനപ്പെടുത്തിക്കൊണ്ട് സഭയ്ക്കകത്ത് വേറെ ആളും വരുന്നില്ല. അന്ന് ഉള്ളതിനെ പിടിച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി സ്നാനപ്പെടുത്തുക. പേടിച്ച് പെടുത്തുക. അവര് സ്വയം വന്ന് പെടുവല്ല, പേടിച്ച് പെടുത്തുക. സ്തോത്രം. അതുകൊണ്ടാണ് 13 വയസ്സിലേ പെടുത്തുന്നത്, 10 വയസ്സിലേ പെടുത്തുന്നത്. മിക്കാറും ഇനി 5 വയസ്സിലേ പെടുത്തുമെന്ന് എനിക്കറിയത്തില്ല. അതും എനിക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. സ്തോത്രം. പള്ളിക്കാർ ചെയ്യുന്ന പോലെ ജനിച്ചിട്ട് അപ്പനേതാ അമ്മയാന്ന് അറിയാത്ത 1 വയസ്സിനകത്ത് പിടിച്ച്, അല്ലെങ്കിൽ 6 മാസം ആവി കഴിയുമ്പോൾ പിടിച്ച് അമ്മ വെള്ളം കുടയുന്ന പരിപാടിയല്ല സ്നാനം. സ്നാനം എന്ന് പറയുന്നത് തിരിച്ചറിവുണ്ടാവണം. യേശു ആരെന്ന് തിരിച്ചറിയണം. യേശു എന്തെന്ന് നിന്റെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് നീ രൂപാന്തരപ്പെട്ട് നീ പാപി എന്ന് സ്വയം മനസ്സിലാക്കി, ഞാനിനി പാപഭാവം ചെയ്യത്തില്ല, ഞാനിനി പാപിയല്ല, യേശുവിന്റെ പൈതലാണ് ഞാൻ എന്നുള്ള പൂർണ്ണ ബോധ്യം വരുമ്പോൾ സ്നാനപ്പെടണം. ആ സ്നാനത്തെ ആർക്ക് വേണ്ടത്? സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത്. അടുത്ത വാക്യം. കണ്ടോ? ഇവര് വന്നത് വേറെ ഒന്നുകൊണ്ടല്ല. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ഈ ഒരു അധികാരത്തിലാണ് വന്നത്. ഇന്ന് പലരും ആ അധികാരത്തിലാണ് സ്നാനപ്പെടുന്നത്. എന്റെ അപ്പനമ്മയും പെന്തക്കോസ്തലാണ്. അതുകൊണ്ട് എന്റെ മോനും സ്നാനപ്പെടുക, എന്റെ മോനും സ്നാനപ്പെടുക, എന്റെ മോളും സ്നാനപ്പെടുക. ആ അധികാരത്തിലല്ല. പാപമോചനം, സ്തോത്രം, രക്ഷിക്കപ്പെടൽ, പാപബോധം വന്നിട്ട് വേണം, ഏറ്റുപറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണ്ടേ? സ്നാനപ്പെട്ടു. ഇത് ഏറ്റുപറഞ്ഞതല്ല അവിടെ നിൽക്കുക, ഏറ്റുപറഞ്ഞിട്ടില്ല. പഴയ മനുഷ്യൻ അതേപടി നിൽക്കുക. സ്നാനപ്പെട്ടിട്ട് പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ എന്തുവാ? പഴയ മനുഷ്യനാണ്. അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. പുതിയ മനുഷ്യന്റെ മേലിൽ എന്ത് വെളിപ്പെടത്തുള്ളൂ? പരിശുദ്ധാത്മാവ് വെളിപ്പെടത്തുള്ളൂ.
ആ സത്യത്തോട് ഞാൻ വിളിച്ചു പറയാം, സ്വയം പുതിയ മനുഷ്യനായി തീരാതെ, ഹൃദയം കൊണ്ട് നീ പുതിയ മനുഷ്യനായി തീരാതെ നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പഴയ മനുഷ്യൻ ചത്തുപോകത്തില്ല. അവന്റെ പരിശുദ്ധാത്മാവ് വരത്തില്ല. പഴയ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നീ പുതിയ മനുഷ്യനായി തീരുമ്പോൾ ആര് വരും? പരിശുദ്ധാത്മാവ്. പഴയ മനുഷ്യന്റെ അടുത്തോട്ടേ പരിശുദ്ധാത്മാവ് അടുക്കത്തില്ല, പുതിയ മനുഷ്യന്റെ അടുത്തേ അടുക്കത്തുള്ളൂ. അവന് മാത്രമേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അടുത്തത്, യോഹന്നാൻ പറയുക, ഈ കാണുന്ന കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എന്റെ ഹൃദയത്തിനകത്ത്, അയ്യോ ഞാൻ അബ്രഹാമിന്റെ മക്കളാ, ആ ബോധ്യത്തോട് വന്ന് നീ സ്ഥാനപ്പെടണ്ട. നീ പാപമോചനത്തോട്, പാപം നീ ഏറ്റുപറഞ്ഞ്, നിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, നിന്റെ വീഴ്ചകളെ ഏറ്റുപറഞ്ഞിട്ട് നീ സ്നാനപ്പെട്ടാലേ ആ സ്നാനം എന്ത് ചെയ്യത്തുള്ളൂ? നിവർത്തിയാകത്തുള്ളൂ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, അനുതാപിക്കുന്നവരെ യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അനുതാപിക്കാൻ, നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം വീഴ്ചകളുണ്ടാവും, കുറവുകളുണ്ടാവും, തെറ്റുകളുണ്ട്. നമ്മൾ ആരും പൂർണ്ണരൊന്നും അല്ല. നമ്മൾ അനുതാപിക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടാവണം. അനുതാപിക്കാനുള്ള ഹൃദയം നമുക്കുണ്ടാവണം. സ്തോത്രം. കുറ്റബോധം നമ്മുടെ മേലുണ്ടാവണം. അനുതാപിക്കുന്ന ഹൃദയം തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഉറവിടമാ. ആ വലിയ ഉറവിടം അവിടെ കിടക്കുന്നത് കൊണ്ട് അനുതാപിക്കാൻ തോന്നുന്നത്. അനുതാപിക്കാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര യേശു യേശു എന്ന് പറഞ്ഞാലും, എത്ര സ്തോത്രം പറഞ്ഞാലും, എത്രയെല്ലാം വാങ്ങോട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇല്ല. കാര്യം എന്തുവാ? അനുതാപിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. പാപത്തെ ഒരിക്കലും കൂട്ടി നിൽക്കുന്നിടത്തല്ല പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. പാപത്തിന് എതിരെ നിന്ന് സംസാരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്നത്. അപ്പൊ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. പാപത്തെ വിളിച്ചു പറയുന്നതായിരിക്കണം സഭ. പാപത്തെ കൂട്ടി നിൽക്കുന്നതല്ല സഭ. പാപത്തിനോടൊപ്പം നിൽക്കുന്നതല്ല സഭ. സഭ എന്ന് പറഞ്ഞാൽ എന്തുവാ? പാപത്തിന് എതിരായിരിക്കണം. പാപത്തിനെതിരായിട്ട് നിൽക്കുന്നവര് സഭ. ആ സഭയെ ആർക്ക് വേണ്ടത്? സ്വർഗത്തിന് വേണ്ടത്. ആ സഭയ്ക്കകത്ത് ആള് കുറവായിരിക്കാം, പക്ഷെ ആ സഭയെ ആർക്ക് വേണം? സ്വർഗത്തിലെ ദൈവത്തിന് വേണം. ആ സഭയെ ആർക്ക് വേണം? യേശുവിന് വേണം. സ്തോത്രം. അടുത്തത്, സ്തോത്രം. അടുത്ത് പറയുന്നു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ എല്ലാം വെട്ടി തീയിലിടുന്നു. തീ എന്ന് പറയുക ദഹിപ്പിച്ച് കളയുക, ഇല്ലാതാക്കുക, അവരുടെ പേരെ ഇല്ലാതാക്കുക. പേരെ ഇല്ലാതാക്കുക. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ ഫയർ വരട്ടെ, ദൈവത്തിന്റെ ആത്മാവിനെ തീ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് തീയാണ്. ആ തീയുടെ ഫ്രണ്ടിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരാധിക്കണമെന്ന് പറയുന്നത്. ആ ആരാധനയുടെ ഫ്രണ്ടിൽ നിന്നെ ക്ഷീണിപ്പിക്കുന്ന ഒരു വിഷയവും നിൽക്കത്തില്ല. സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങൾ നിൽക്കത്തില്ല. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ തകർക്കുന്ന വിഷയങ്ങൾ നിൽക്കത്തില്ല. രോഗ വിഷയങ്ങൾ നിൽക്കത്തില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി ആ ദൈവത്തിന്റെ അത്ഭുത തീ ഇറങ്ങി നിന്നെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും, വിടുവിക്കും. സ്തോത്രം. അടുത്തത്, സ്തോത്രം. അപ്പോ യോഹന്നാൻ സ്ഥാപകൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് വലിയൊരു ഉപകാരമാണ്. ദേവദാസന്മാർക്ക് വലിയൊരു ഉപകാരമാണ്. എന്തുവാ? ഞാൻ നിങ്ങളെ മാനസാന്തരത്തിന്റെ സ്നാനം കഴിപ്പിക്കുന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞ് മാനസാന്തരപ്പെട്ടത്, ഞാൻ അതിൽ പേരിൽ നിങ്ങളെ മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് നിയമമുണ്ട്. ബൈബിൾ പറയുന്ന നിയമമുണ്ട്. ആ നിയമപ്രകാരം നിൽക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നു. ബാക്കി എനിക്കറിയേണ്ട കാര്യമില്ല. ബാക്കി നീ ദൈവം. ബാക്കിയുള്ള ശിക്ഷ കിട്ടണോ, നന്മ കിട്ടണോ, അനുഗ്രഹം കിട്ടണോ എന്നല്ല, നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. സ്തോത്രം. എനിക്ക് അതേ ഉള്ളൂ, ഞാൻ സ്നാനപ്പെടുത്തും. പക്ഷേ എന്റെ പിന്നാലെ വരുന്നവനൊരുവനുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം. നോക്കുക, പറയുക, എന്റെ പിന്നാലെ വരുന്നവൻ ഒരുവനുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാർ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവന്റെ കയ്യിൽ ഒരു വീശമുറമുണ്ട്. സ്തോത്രം. ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാം. പറയുക, എന്റെ പിന്നാലെ വരുന്നവന്റെ അവൻ സ്തോത്രം ചെരുപ്പിന്റെ വാർ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അടുത്തതിനകത്ത് പറയുന്നു, എന്ന് പറയുന്നു, അവന്റെ കയ്യിൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. എനിക്ക് നിങ്ങൾ പാപമോചനത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിക്കും. അടുത്ത പറയും, എന്തുവാ? പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും ആര് സ്നാനം കഴിപ്പിക്കും? എന്റെ പിന്നാലെ വരും.
പാപമോചനത്തിൽ നീ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ അടുത്തേക്ക് ആര് വരും? യേശു വരും. യേശു വരുന്നത് വെറുതെ അല്ല, പരിശുദ്ധാത്മാവിനെ തരാൻ വരുക. അതിനോടൊപ്പം എന്തുവാ? അതിനെ തീ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഫയറാണ്, അതിനെ അണയ്ക്കാൻ പറ്റത്തില്ല. അത് തീയാണ്, അത് ആളിക്കത്തുന്ന തീയാണ്. അത് വരും. നിന്നെ തണുപ്പിച്ചിരിക്കുന്ന ചില വിഷയത്തിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ തീ ആര് തരും? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സ്ഥാനത്തെ കത്തിച്ചോണ്ടിരിക്കും. തീയെ കത്തിക്കുമ്പോഴാണ് തീ ആളി കത്തുന്നു, ഇല്ലയോ? അതേപോലെ ആത്മാവിന്റെ ആരാധന പാടുമ്പോഴും എടുത്തങ്ങോട്ട് പ്രാർത്ഥിക്കണം. എന്റെ കുടുംബത്തെ കുറിച്ച് കർത്താവേ ഇന്നത്തെ ആരാധനയുടെ അങ്ങോട്ട് വിടുതൽ ഉണ്ടാവട്ടെ. ഈ പാട്ടിന്റെ വരിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്റെ കുടുംബത്തിന് നിവർത്തിയാവട്ടെ, എന്റെ മക്കൾ മേൽ നിവർത്തിയാവട്ടെ, എന്റെ ആത്മീയത്തിന് മേൽ നിവർത്തിയാവട്ടെ, എന്റെ ഭർത്താവ് മേൽ നിവർത്തിയാവട്ടെ, എന്റെ ഭാര്യ മേൽ നിവർത്തിയാവട്ടെ, എന്റെ ദേശത്തിനകത്ത് നിവർത്തിയാവട്ടെ. അങ്ങോട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങോട്ട് ഇരട്ടി ശക്തി അങ്ങോട്ട് തരും, ഇരട്ടി ബലം അങ്ങോട്ട് തരും. നിന്റെ ആരാധനയിൽ തന്നെ നിനക്ക് തന്നെ തിരിച്ചറിയുന്ന വിടുതലുകൾ, അത്ഭുതങ്ങൾ ആരാധനയിൽ നിന്ന്. പണ്ടത്തെ പിതാക്കന്മാര് സ്തോത്രം ഒരു പാവിരിക്കണമെങ്കിൽ സഭയ്ക്കകത്ത് ഓരോരുത്തർക്കും ഓരോ ജോലി ഒരുക്കിയിട്ടുണ്ട്, ജോലി വെച്ചിട്ടുണ്ട്. ഈ സഭയ്ക്കകത്തെ ആർക്കും ഒരു ജോലിയും വെക്കാതെ ജോലി വെച്ചിട്ടുണ്ട്. പാവിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവും. ഇല്ലാത്തവൻ വായി തൊട്ടുപോലെ പറയാം. പിതാക്കന്മാർ പറയുന്നതാ, വായി തൊടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചോണം. അതുകൊണ്ടാണ് ഇന്ന് ഈ സഭയിൽ ഇത്ര പൊങ്ങിയും ഒന്ന് സ്തോത്രം. ലോകപരമായി ജീവിക്കുന്ന, ലോകപരമായ ബുദ്ധി പ്രകാരം നിൽക്കുന്നവനല്ല ഭാവിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രം വായിക്കണമെങ്കിൽ, ഡ്രം അടിക്കണമെങ്കിൽ, പാടണമെങ്കിൽ, പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ പ്രാർത്ഥിക്കല്ലോ. സ്തോത്രം. വാക്കിന്റെ പെരുപ്പമൊന്നുമല്ല ഇവിടെ വേണ്ടത്, ആത്മാവിന്റെ പെരുപ്പോ. അതാണ് ദൈവസഭ ഇത്രയും വളർന്നു വന്നത്, ഇത്രയും രീതി ദൈവം ഉയർത്തിയത്. ഇന്ന് ആ കാഴ്ചപ്പാടില്ല സഭയ്ക്കകത്ത്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് എന്തില്ല? അന്ന് പെറ്റവരേ ഉള്ളൂ, പിന്നെ പെറാനില്ല, പുതിയ കുടുംബങ്ങളില്ല, ഒരേ രീതിയിൽ പോവുക. സഭ വളരുന്നില്ല, സഭയ്ക്കകത്തുള്ളവരിങ്ങനെ പെരുകി വരുന്ന അല്ലാതെ പുതിയത് വരുന്നില്ല. സ്തോത്രം. അതാ സഭയ്ക്കകത്ത് വിടുതല വരാത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ഒരാൾ കയറി വരുമ്പോൾ തന്നെ വിടുതല. അവിടെ തലേ കൈവെക്കണ്ട, അപ്പൊ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി തലേ കൈവെക്കണ്ട, ഭാഷ കൊണ്ട് പോയി തലേ വെക്കണ്ട. അതിന് മുമ്പ് വിടുതല നടക്കുക. കാര്യം എന്തുവാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുക, പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്നവരാ. അതുപോലെ സഭയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയത്തോടെ ചെയ്യുന്നേ. ആ ഭയമാ പരിശുദ്ധാത്മാവ്. അവനെ ബലപ്പെടുത്തുക, അനുഗ്രഹിക്കുക, അവന്റെ ഭീതി മാറുക, ലോകമായിട്ടുള്ള ബന്ധത്തിന്റെ ഭീതി മാറുക. പരിശുദ്ധാത്മാവ് ഉള്ളവൻ എവിടെ മുഖത്തു നോക്കി പറയും, അവന് പേടിയില്ല. കാര്യം എന്തുവാ? അതിലും വലിയൊരു ശക്തി അവരുടെ കൂടെ ഉണ്ട്. അവൻ അത് തിരിച്ചറിഞ്ഞവരാ. ഇപ്പൊ നമ്മൾ ചിലവരോട് ചില കാര്യങ്ങൾ തുറന്നു പറയാത്ത എന്താ? അതിന്റെ പിന്നിൽ വരുന്ന ചില വിഷയങ്ങൾ ചിന്തിച്ചതുകൊണ്ട്, അല്ലെ, ഓർക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും നമ്മൾ കണ്ണടയ്ക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരമുള്ളവൻ എന്ത് ചെയ്യത്തില്ല? കണ്ണടയ്ക്കത്തില്ല. കാര്യം എന്തുവാ? അവനറിയാം ഏത് പ്രതികൂലം വന്നാലും ആരുണ്ട്. സ്തോത്രം. ഒരു മനുഷ്യനല്ല എന്റെ കൂടെ നിൽക്കണ്ടേ. ആരാ നിൽക്കണ്ടേ? എന്റെ ദൈവം. എന്റെ ദൈവം. ചിലപ്പോൾ സ്വന്തം ഭാര്യ മാറി നിൽക്കും, ഭർത്താവ് മാറിയിരിക്കും, മക്കൾ മാറിയിരിക്കും. പക്ഷെ അവിടെ ആരുണ്ട്? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ബലം പ്രാപിക്കും, ശക്തി പ്രാപിക്കും. ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. അടുത്ത വാക്യം. കണ്ടോ? വീശുമുറം അവന്റെ കയ്യിലുണ്ട്, കളപ്പുരയിൽ അവൻ വെടുപ്പാക്കി, ഗോതമ്പ് അതിനെ ശേഖരിക്കും, കതിരിനെ എടുത്തവൻ തീരിടും. അപ്പൊ യേശു കതിരിനെ കളയേണ്ട സമയത്ത് കതിര് മാറ്റും, ഗോതമ്പ് മാറ്റും, ഗോതമ്പ് കളപ്പുരയിൽ വെക്കും, ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യും? തീരിടും. അവന്റെ കയ്യിൽ ഒരു ജീവന്റെ പുസ്തകമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യഥാർത്ഥമായ ദൈവവചന പ്രകാരം ജീവിക്കുന്നവന് എന്തുണ്ടാവും? ആ ജീവന്റെ പുസ്തകത്തിന്റെ മഹത്വവും അനുഗ്രഹവും എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കും. അല്ലാത്തവൻ എന്ത് ചെയ്യും? തീരിടും. സ്തോത്രം. അതിനാളിൽ തീരായിരുന്നു എന്ന് പറയുക. പ്രിയ മക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വില കൊടുത്തോ? പരിശുദ്ധാത്മാവിനെ ഇരട്ടിയായി പ്രാപിച്ചോണം. പരിശുദ്ധാത്മാവ് ഇരട്ടി പ്രാപിക്കുന്നവന്റെ ബന്ധനം അമികാലി സ്തോത്രം. ശത്രു തകർത്തൊന്നും പറയത്തില്ല, അവനെന്ത് ചെയ്യും? ജയിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി. നമ്മളെ ജഡമോഹമാണ് പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നത്? പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ജഡമോഹപ്രകാരമല്ല നമ്മൾ ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് പ്രകാരമാണ് ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ ദൈവം അനുഗ്രഹിക്കുവാനാണ് വിളിച്ചേക്കുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ചേർത്ത് പിടിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, സെൽഫി എടുക്കാനല്ല ചേർത്ത് പിടിക്കുന്നത്, നമ്മളെ ചേർത്ത് പിടിച്ച് എന്റേത് എന്ന് പറഞ്ഞ് നമ്മളെ കരുതുന്നവനാ ആര്? നമ്മളെ ദൈവം. നമ്മളെ ദൈവം നമ്മളെ കൈവിടാത്തവനാണ്. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. നമ്മളെ ദൈവം. അതിനെ ചേർത്ത് പിടിക്കുവാൻ, ആ ചേർത്ത് പിടിയുടെ മഹത്വം അനുഭവിക്കണമെങ്കിൽ, യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിയുന്നുവെങ്കിൽ, നിശ്ചയമായി ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ദൈവമൊക്കെ എല്ലാവരും എഴുന്നേക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽ ദൈവം നമ്മളോട് സംസാരിച്ചത് അവയ്ക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ട രീതിയിൽ, എന്ന് ദൈവമക്കളെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുവെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിനായി നിന്നെ തന്നെ ഒരുക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിനോട് സംസാരിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടാൻ പോവുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് ഇറങ്ങട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ ദൂത് കൊണ്ട് നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ കൃപ കൊണ്ട് വെളിപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നത് പോലെ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. നമ്മൾ രാവിലെ പാടിയതുപോലെ, ഒന്നും ഇല്ലായ്മയെന്ന് ഉയർത്തുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ, എല്ലാ വഴികളും പോയി, എല്ലായിടത്തും പേടി നടന്നു, എല്ലായിടത്തും പേടി നടന്നപ്പോഴാ നമുക്ക് കർത്താവിനെ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കിയവൻ പാടുന്ന പാട്ടാ പറഞ്ഞേ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടിടും, യേശു മാത്രം കർത്താവ്. അമികളുടെ സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഇത് പകരം ഓരോ കുടുംബത്തെയും